സാമവേദം 23 വർഷം മുമ്പ് എഴുതിയതാണ്. സാമവേദം നാവിലുണർത്തിയ സ്വാമിയേ. ലോകത്താദ്യമായി ഒരു കാമുകൻ 4000 സോറി പറയും. അതാണ് പരസ്യവാചകം. എംജെആയിട്ട് ചെറിയ തർക്കങ്ങളൊക്കെ ഉണ്ടായി. ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടാകുമ്പോഴുള്ള തർക്കം. പ്രിയതമേ ശകുന്തളേ. ഓർമ്മകളൊക്കെ ചന്ദന വിരലിൽ മോതിരമായി അണിഞ്ഞുകൊണ്ടാണ് ദുഷ്യന്തൻ പോകുന്നത്. ഇഷ്ടമാണെന്ന് ആദ്യം ചൊല്ലിയതാരാണ്, അറിയില്ല ഞാനോ നീയോ. യുവാവായതിനു ശേഷം എൻ പ്രേമത്തിന് കോപം കാണുമെന്ന് പറയുന്നുണ്ടല്ലോ. ഏതോ പ്രിയരാഗം മൂളി എന്ന് പറയുന്നുണ്ടല്ലോ. ഏതോ പ്രിയരാഗം മൂളി ഞാൻ. തിങ്കൾ നിലാവിൽ മഞ്ഞൾ നിലാവിൽ എന്ന് പറയുന്നുണ്ടല്ലോ. മുന്തിരിവാവേ എന്തിനീ പിണക്കം എന്ന് പറയുന്നു. അച്ഛൻ അടുത്തിരിക്കുന്ന ആളോട് പറയുന്നു, ഇതാണ് രാജീവ് ആലങ്കൽ, എൻ്റെ മകനാണ്. ഇവനാണ് മല്ലു സിംഗിലും റോമൻസിലും പാട്ട് എഴുതിയത്. ഇവനാണ് എന്നെക്കുറിച്ച് സിനിമയിൽ പാട്ട് എഴുതിയിട്ടുണ്ട്. അതാണ് ഇനിയും കൊതിയോടെ കാത്തിരിക്കുക. യേശുദാസാണ് പാടിയത്. ഇതൊക്കെ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ 2 ഉമ്മ കൂടുതൽ കൊടുക്കാമായിരുന്നു. ഇനിയും കൊതിയോടെ കാത്തിരിക്കാം. രാജീവേട്ടൻ്റെ വിക്ക് മാറിയത് എനിക്ക് തോന്നുന്നു 19-ാം വയസ്സിലോ മറ്റോ ആണ്. ഒരു വേദിയിൽ പ്രസംഗിക്കാൻ പറയുമ്പോഴാണ്. വിക്കെന്നെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. ഒരു ക്ലാസ് മുറിയിൽ ഞാൻ ഉത്തരം പറഞ്ഞിട്ടില്ല. 10-70 സിനിമയിൽ പാട്ട് എഴുതിയിട്ടും അച്ഛൻ എന്നോട് നല്ല പാട്ടാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഈ പാട്ടുകളൊക്കെ എഴുതി എൻ്റെ മകനാണെന്നൊക്കെ രഹസ്യമായി വേറെ ആരോട് പറഞ്ഞാലും എന്നെ കെട്ടിപ്പിടിക്കുന്നില്ല. അഗ്നിപർവ്വതങ്ങൾ പോലെ ഏറെ നീറിയും അഴലുപേറി ആധിയേറി മിഴികളൂറിയും ഞങ്ങൾ രണ്ടും ഒരു തണൽ തണുപ്പിൽ ഒന്നുപോൽ വിങ്ങിടുന്ന നെഞ്ചുമായി കഴിഞ്ഞു ഏറെ നാൾ, ഞാനും എൻ്റെ അച്ഛനും. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. രാജീവ് ആലുങ്കലാണ് നമുക്കിപ്പോൾ. ഹായ് ചേട്ടാ, നമസ്കാരം. നമസ്കാരം. ശരിക്കും ബി ആർ പ്രസാദും രാജീവേട്ടനും ഒരേ സമയത്തേക്ക് പാട്ടെഴുത്തിലേക്ക് വന്നതാണ്. കിളിച്ചുണ്ടൻ മാമ്പഴം ബി ആർ പ്രസാദ് എഴുതുന്ന സമയത്താണ് രാജീവേട്ടൻ ഹരിഹരൻ പിള്ള ഹാപ്പിയാണ്. പലതരത്തിലുള്ള ഗാനരചയിതാക്കളുള്ള സമയത്താണ് നിങ്ങളും ഇങ്ങനെ പേരെടുത്ത് കയറി വരുന്നത്. ശരിക്കും കൊമ്പനാനപ്പാട്ട്, തത്തമ്മ പാട്ടൊക്കെ ഞാൻ അതിൻ്റെ വ്യൂവർഷിപ്പ് നോക്കിയപ്പോൾ ഉണ്ടല്ലോ 177 മില്യനും 132 മില്യനും ഒക്കെയാണ്. സത്യത്തിൽ നിങ്ങൾ വേറൊരു സമാന്തരമായിട്ടുള്ള വ്യവസായം അവിടെ നടത്തുന്നുണ്ട്. 3 പാട്ടുകൾ അതേപോലെ നോക്കിയപ്പോൾ ഈ 100 മില്യനോട് അടുത്ത പാട്ടുകളാണ്. അതെ അതെ, അത് വേറൊരു ജോണറാണല്ലേ? അല്ല, ഞാൻ ഈ 30 വർഷത്തെ പാട്ടെഴുത്ത ജീവിതത്തിൽ ആൽബത്തിലും അതുപോലെ തന്നെ സിനിമയിലും അതോടൊപ്പം തന്നെ ഭക്തിഗാന രംഗത്തും കുട്ടികൾ പാട്ടെഴുത്തിന് അങ്ങനെ ഒരു വേർതിരിവില്ല. ഏത് പാട്ടെഴുത്താണ് ഏറ്റവും കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുന്നതെന്ന് അറിയാനൊക്കില്ല. പക്ഷേ ഒരു ഏറ്റവും വലിയ ഒരു സിനിമയിലെ ഹിറ്റ് പാട്ട് പോലും ഇത്ര 21 കോടിയൊന്നും കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ ഒരിക്കലും ഒരു ജ്യോത്സ്യൻ്റെ അടുത്ത് ചെന്നപ്പോൾ എൻ്റെ ഒരു സുഹൃത്താണ്, അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ അങ്ങയുടെ പാട്ട് കേട്ടിട്ട് ഉറങ്ങാറുള്ളൂ എന്ന് പറഞ്ഞു. ഞാനോർത്ത് ഇനിയിപ്പോൾ നമ്മളെ തള്ളുവാണെന്ന് ഓർത്തു. അപ്പോഴാണ് പറയുന്നത് കൊമ്പനാന കുട്ടപ്പ, വീട്ടിലുണ്ടൊരു തൊട്ടാവാടി തത്തമ്മ, ഇതെല്ലാം 3 പ്രാവശ്യം കേട്ടാലേ കുട്ടി 3 പ്രാവശ്യം ആഹാരം കഴിക്കും. അപ്പോൾ ഒരു 6 വയസ്സിന് താഴെയുള്ള കുട്ടിയുടെയും അമ്മയുടെയും പാട്ടാണത്, നമ്മുടെ പാട്ടല്ല. നമ്മൾ അറിയുന്നില്ല. ഇപ്പോൾ സാമവേദം നാവിലുണർത്തിയ സ്വാമി എന്ന പാട്ട് വേറൊരു വിഭാഗത്തിലെ ആൾക്കാർ ചിലപ്പോൾ കൊണ്ടാടണമെന്നില്ല. പക്ഷേ അയ്യപ്പസ്വാമിയെ ഇഷ്ടപ്പെടുന്നവരുടെ ആസ്ഥാന പാട്ടാണത്. അപ്പോൾ ഏത് പാട്ടാണ് ഈ ജനങ്ങളിലേക്ക് എത്തുക എന്ന് പറയാനൊക്കില്ല. ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ ബി ആർ പ്രസാദും ഞാനും, ബി ആർ പ്രസാദിൻ്റെ 2ാമത്തെ മറ്റേ സിനിമയാണ് വെട്ടം. കിളിച്ചുണ്ടൻ മാമ്പഴം കഴിഞ്ഞിട്ട് എൻ്റെയും 2ാമത്തെ സിനിമയാണ് വെട്ടം. ഹരിഹരൻ പിള്ള ഹാപ്പിയാണ്. ഇതിൽ രസകരമായൊരു സംഭവമുണ്ട്. സിനിമ നൽകുന്നൊരു പ്രൊമോഷനുണ്ട്. ഞാൻ 60ഓളം പ്രൊഫഷണൽ നാടകത്തിൽ പാട്ട് എഴുതിയതിന് ശേഷമാണ് എൻ്റെ ആദ്യ സിനിമ. ഏകദേശം ഒരു 100 കാസറ്റ് പാട്ട് എഴുതി കഴിഞ്ഞ ശേഷമാണ് എനിക്ക് സിനിമയിലൊരു എൻട്രി കിട്ടിയത്. അപ്പോൾ ഇത്രയൊക്കെ എഴുതിയതിന് ശേഷം ഞാൻ പാട്ടെഴുതാനുള്ള ഒരു ആഗ്രഹത്തിൽ നിൽക്കുമ്പോൾ ഒരു 16 വർഷമായി 3 ഗാനരചയിതാക്കൾ നിറഞ്ഞു നിൽക്കുകയാണ്. കൈതപ്രം, ഗിരീഷ് പുത്തഞ്ചേരി, രമേശൻ നായർ. ഓഡിയോ റൈറ്റ് ഇവർക്കേ ഉള്ളൂ. യേശുദാസും MG ശ്രീകുമാറും ചിത്രയും സുജാതയും പാടണം, ഇവരെഴുതണം. എന്നാലേ ഓഡിയോ കമ്പനിക്കാർ എടുക്കുകയുള്ളൂ. അതുകൊണ്ട് പുതിയ ഗാനരചയിതാക്കളൊന്നും രംഗത്ത് വരുന്നില്ല. അതിനിടയ്ക്കാണ് ഞാൻ പാട്ട് എഴുതുന്നതിന് 6 മാസം മുമ്പ് ബി ആർ പ്രസാദ് രംഗത്ത് വരുന്നത്. വെറും 6 മാസം. അപ്പോൾ 6 മാസം മുമ്പ്, അതിനു മുമ്പ് പാട്ട് എഴുതിയതായി ഞാൻ പോലും കേട്ടിട്ടില്ലാത്ത ഒരാൾ പാട്ടെഴുതുന്നു. അതിനുശേഷം 6 മാസത്തിന് ശേഷം എനിക്ക് എൻ്റെ സ്വപ്നതുല്യമായ ഒരു പ്രൊമോഷൻ കിട്ടുന്നു. ഒരു ഗാനരചയിതാവിൻ്റെ പ്രൊമോഷനാണല്ലോ. പക്ഷേ 2ാമത്തെ പടത്തിൽ ഗാനരചന ബി ആർ പ്രസാദ്, രാജീവ് ആലങ്കൽ. നമ്മൾ എന്ത് ചെയ്താലും സിനിമയിൽ എന്ത് ചെയ്തു എന്നാണ് കാലം അതിൻ്റെ മെജോറിറ്റി ആയിട്ട് കണക്കാക്കുന്നതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ അതിൻ്റെ ഒരു കൗതുകകരമായൊരു കാര്യം ഞാൻ പറയുകയായിരുന്നു. ഈ ബി ആർ ചേട്ടൻ അതിനകത്ത് എഴുതിയത് മഴത്തുള്ളികളാണ്.
പക്ഷെ രാജീവേട്ടന് എഴുതാൻ പറ്റിയത് ഐ ലവ് യു ഡിസംബർ. അതെ, എൻ്റെ സങ്കല്പത്തിലുള്ള പാട്ടേ അല്ല അത്. അത് ഈ ഹരിഹരൻ പിള്ള അന്ന് വലിയ ഹാപ്പി അല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാത്തിനും വിഷമത്തിൽ നിൽക്കുകയാണ്. ഒരു മോഹൻലാൽ ചിത്രത്തിലെ എല്ലാ പാട്ടുകളും എഴുതി രംഗത്ത് വരാൻ കിട്ടുന്നത് വലിയൊരു ഭാഗ്യമാണ്. അതുതന്നെ അന്ന് നമ്മൾ ആരാധിച്ചിരുന്ന എല്ലാ ഗായകരും പാടുന്നു. യേശുദാസ്, ചിത്ര, സുജാത, MG, ബിജു നാരായണൻ ഒക്കെ പാടുന്നു. പാട്ട് അന്ന് ഹിറ്റാണോ എന്ന് ചോദിച്ചാൽ ഈ 22ാമത്തെ വർഷവും തിങ്കൾ നിലാവിലും മുന്തിരിവാവയൊക്കെ അറിയാവുന്ന, പക്ഷെ അന്ന് അതൊരു കൺഫ്യൂഷനാണ്. ഇത് ഹിറ്റാവുമോ, രക്ഷപ്പെടുമോ? അപ്പം ഞാനിങ്ങനെ എറണാകുളം എന്ന് പറയുന്ന സ്വപ്ന നഗരി, ഒരു റോഡിൻ്റെ ഇരുവശവും വലിയ ഓഡിയോ കമ്പനികൾ, മാഗ്ന സൗണ്ട്, BMG തരംഗിണി, ജോണി സാഗരിക, ഈസ്റ്റ് കോസ്റ്റ് ക്രിയേറ്റീവ്, അങ്ങനെ വലിയ കമ്പനികളാണ്. ഇവരുടെ ഇടയ്ക്കിലൊക്കെ ബന്ധപ്പെട്ടിരുന്നാലേ നമുക്ക് ഓഡിയോ കാസറ്റ് രംഗത്ത് നിലനിൽക്കാനാവും. അങ്ങനെ ഹരിഹരൻ പിള്ള വലിയ ഹാപ്പി അല്ലാത്തതിൻ്റെ സങ്കടത്തിൽ നടന്നു പോകുമ്പോൾ MG ശ്രീകുമാറിനെ കാണണമെന്ന് ഒരാളിങ്ങനെ പറയുന്നു. ഞാൻ ഹോട്ടൽ മെർമേഡ് ഹോട്ടലിൽ ഒരു പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു ജാഥ പാട്ട് എഴുതാൻ വേണ്ടി ചെല്ലുകയാണ്. അപ്പോൾ അപ്പുറത്തെ മുറിയിലിരുന്ന് BR എല്ലാ പാട്ടുകളും എഴുതി കഴിഞ്ഞിരിക്കുന്നു, ഒരു ട്യൂൺ മാത്രമുണ്ട്. അപ്പോൾ പ്രിയൻ സാറിനോട് MG പറയുകയാണ് ആ പാട്ട് കേൾക്ക് കൊടുക്കാം. അപ്പോൾ അടുത്ത പെട്ടെന്നുള്ള മറുപടി, നമ്മളൊരാളെ രംഗത്ത് കൊണ്ടുവന്നതല്ലേ, അയാളൊന്ന് ക്ലിച്ച് പിടിക്കട്ടെ എന്ന് എന്നെ പ്രിയൻ സാർ പറയുകയാണ്. അല്ല, പ്രിയന് ഇഷ്ടമുണ്ടെങ്കിൽ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ സൗഹൃദം കൊണ്ടുണ്ടാവുന്നൊരു എന്താ പരിഭവം, ആ പരിഭവം വിജയിച്ചു. എനിക്കങ്ങനെ ഒരു പ്രിയദർശൻ പടത്തിൽ പെട്ടെന്ന് പാട്ടെഴുതാനുള്ളൊരു അവസരം കിട്ടി. അതൊരു നല്ല എൻട്രിയാണ്. ഈ പറഞ്ഞു വന്ന കൂട്ടത്തിൽ സാമവേദം നാവിൽ ഉണർത്തും സ്വാമി എന്ന് പറയുന്ന പാട്ട് പോലെ ഹിറ്റായിട്ടുള്ളതാണ് പഴവങ്ങാടി ഗണേശൻ പിഴവെല്ലാം മാറ്റും പിഴവെല്ലാം പൊറുക്കും ഗജാസ്യൻ, വഴിമാറി പോയൊരൻ ജന്മം തിരുമിഴുകാട്ടി നയിക്കുന്ന ഹേരമ്പൻ. ഈ ഗജാസ്യൻ എന്നുള്ള വാക്ക് ശരിക്കും അറിവ് കൊണ്ട് നേടിയെടുത്തതാണ് ആ സമയത്ത്. ഒരു തരത്തിലും ഒരു അറിവുള്ള ഒരാളായി എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. കാര്യം ഒരുപാട് ആഗ്രഹത്തോടെ രംഗത്ത് വരികയാണ്. 19 വയസ്സിൽ പാട്ടെഴുത്തുകാരനായത്. അന്നത്തെ പാട്ടൊക്കെ ഇപ്പൊ കേൾക്കുമ്പോൾ എനിക്ക് നാണം വരും. അതൊക്കെ വേറെ വരി എഴുതിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ചിന്തിക്കും. പക്ഷെ ഇപ്പൊ ചിന്തിച്ചാൽ ഒക്കില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ പോലും നിങ്ങൾക്ക് ചിലപ്പോൾ തൃപ്തിയാവില്ല. കാര്യം എഴുതപ്പെട്ടു പോയ പാട്ടുകളാണ്, കേട്ട് കഴിഞ്ഞതാണ്. അത്യധികമായ ആഗ്രഹം നമ്മളെ ഇങ്ങനെ പൊതിയും. ആഗ്രഹമാണ് മുമ്പേ നടത്തിയത്, പിന്നീട് അതിന് വേണ്ട അറിവ് പിന്നീട് ആർജിച്ചെടുത്തതാണ്. എല്ലാവരും ഗുരുക്കന്മാരാണ്. അവരുടെ അടുത്ത് പോയി ദക്ഷിണ വെച്ചൊന്നും ശിഷ്യനായ ആളല്ലെങ്കിലും അവരുടെ സൃഷ്ടികൾ തന്നെയാണ് അവരെ ഗുരുക്കന്മാരാക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഭാസ്കരൻ മാഷിന്റെ പാട്ട് കേട്ടാൽ മതി അദ്ദേഹത്തിന്റെ ശിഷ്യനാകാം. ON സാറിന്റെ എല്ലാം പല പല രീതികളാണ്. അപ്പോൾ കൈതപ്പുറം തിരുമേനിയുടെ, ഗിരീഷേട്ടൻ്റെ, രമേശ് നായർ സാറിൻ്റെ, വയലാർ ശരചന്ദ്രവർമ്മയുടെ ഒക്കെ പാട്ടുകൾ കേട്ടിട്ട് അവരെയൊക്കെ മനസ്സാ ഗുരുക്കന്മാരായി സങ്കല്പിച്ച് വ്യത്യസ്തമായി നടക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രമായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോൾ പാലൂരിൻ്റെ ഒരു കവിതയാണ് എന്നെ അതിന് പ്രേരിപ്പിച്ചത്. പഴയതാണ് ആകാശം, പഴയതാണ് ഭൂമി, പഴയതാണ് വായു, പഴയതാണ് ജലം, പുതിയതായി ഒന്നുമില്ല. പുതുമയെന്നാൽ മാറ്റിപ്പറയലാണ്. പുതുമയെന്ന് പറയുന്നത് മാറ്റിപ്പറയലാണ്. അപ്പം ഞാൻ അങ്ങനെ ആലോചിച്ചു, ഇതെങ്ങനെ മാറ്റിപ്പറയും? അങ്ങനെ മാറ്റിപ്പറയാനുള്ള അറിവ് എനിക്കുണ്ടോ? അപ്പോൾ എന്നെ പഠിപ്പിച്ച, എനിക്ക് മലയാളം പറഞ്ഞു തന്നൊരു മനോഹരൻ സാറുണ്ട് എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ. അദ്ദേഹം പറഞ്ഞു, രാജീവിനെ പോലെ ആയാലും മതി, അതാണ് മാറ്റിപ്പറയൽ. ലോകത്ത് അങ്ങനെ ഒരാളില്ല. നമ്മളായി നിഷ്കളങ്കമായി സഞ്ചരിക്കുക, പോരായ്മകളൊക്കെ അറിവ് കൊണ്ടും വിനയം കൊണ്ടും നികത്തപ്പെടുക, അപ്പോൾ നമ്മളാകും എന്ന്. അതൊരു വലിയൊരു ഉപദേശമായിരുന്നു. ശ്രേയ ഘോഷൽ പാടിയത് നിലാവേ നിലാവേ നീ മയങ്ങുമ്പോൾ, ആ എഴുതിയ ആളാണ് ഐ എം വെരി സോറി ഒരു 4000 സോറി എന്ന് എഴുതുന്നത്. അത് എനിക്ക് തോന്നുന്നു പ്രണയമായി ഒരു ബ്രേക്കാണ്. അത് കഴിഞ്ഞാണ് ആര്യ സംഭവിക്കുന്നത്. അപ്പം ആര്യയിലേക്ക് എത്തുന്നതിന് മുമ്പ് ഈ പാട്ട് ഹിറ്റാവുന്ന സമയത്ത് ആൾക്കാർ നെറ്റി ചൊളിച്ചിരുന്നു. ആര്യയിൽ വന്നപ്പോഴും ചില പാട്ടുകളൊക്കെ നെറ്റി ചൊളിച്ചു. കാരണം എന്താ വെച്ചാൽ ആര്യയിൽ ഹിറ്റ് പാട്ടുകളുള്ളപ്പോഴും ഈ ആകണ്ട അഴകാപുരം എന്ന് പറയുന്ന പാട്ട് ഭയങ്കരമായിട്ട് ഹിറ്റായി. പക്ഷേ ആ കാലഘട്ടത്തിൽ ചെറിയ വിമർശനം ഉണ്ടായിരുന്നു. ആടി നീ എടുക്കവേ എന്നിലെ കുഞ്ഞുകൂട് ഞാൻ തുറന്നിടാം, ഉള്ളാലെ തുടിക്കും താഴ്വാര പൂവിന്റെ തേനുണ്ട് പാടൂലേ നീ, ഇതൊക്കെ എഴുതാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നൊരു അവസ്ഥ ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ എങ്ങനെയാണ് ഇതിനെ നേരിട്ടത്? ഈ ഹരിഹരൻ പിള്ള ഹാപ്പിയാണ് ശേഷം വെട്ടം എഴുതി. ഇതിന് ശേഷം എനിക്ക് സിനിമയിലൊരു ഒരു സ്മൂത്തായ ഒരു യാത്ര നടന്നില്ല. ഒരു സിനിമ അക്ഷരാർത്ഥത്തിലൊരു സിനിമാക്കാരനായില്ല. എന്നെ സഹായിക്കാനോ എന്നെ കൂടെ കൂട്ടാനോ ഉള്ള രീതിയിൽ എനിക്കൊരു ഒരു പ്രമുഖ അവസ്ഥയൊന്നും ലഭിച്ചില്ല. അപ്പോഴാണ് ഖാദർ ഹസൻ ആയിട്ട് പരിചയപ്പെടുന്നത്. ശ്രീ ജോണി സാഗരിയ എന്നെ രംഗത്ത് കൊണ്ടുവന്ന് ജോണി സാഗരിയ തന്നെ ഖാദർ ഹസനെ കുറിച്ച് പറയുന്നു. ഞങ്ങൾ അവിടെ ചെല്ലുന്നു. അപ്പോൾ അദ്ദേഹം ഒരു CD കൊണ്ട് എവിടെ നിന്ന് വന്നിരിക്കുന്നു.
അന്നൊക്കെ വലിയ മാർക്കറ്റൊന്നും ഇല്ലാത്തവരുടെ CD അദ്ദേഹം കൊണ്ടുവരുമായിരുന്നു. അങ്ങനെയാണ് ഈ പാട്ട്. അപ്പോൾ ഞങ്ങൾ ഈ മൂലഭാഷയിലെ ആരെങ്കിലും ഉപദേശത്തിന് വേണ്ടി ഒരുപാട് അലഞ്ഞു, പക്ഷെ ആരെയും കിട്ടിയില്ല. ഈ ഞാൻ ഡബ്ബിംഗ് പടത്തിൽ പാട്ട് എഴുതിയപ്പോഴൊക്കെ, അതായത് പ്രണയമായി, ആര്യ, ലക്ഷ്മി, അങ്ങനെ കുറേ സിനിമകളിലാണ് എഴുതിയത്. അവിടുത്തെ അർത്ഥം അന്വേഷിച്ച് പോയിട്ടേ ഇല്ല. അവിടുത്തെ അർത്ഥം എന്താണെന്ന് അറിയില്ല. നാദാ ബംഗാ സോറിയുടെ അർത്ഥം ഇതുവരെ എനിക്കറിയില്ല. അതാണ് 4000 ആക്കിയത്. ഈ ലിപ് മൂവ്മെൻ്റ് അനുസരിച്ചത് 4000 ആക്കാൻ ഒരു 4-5 മണിക്കൂർ വല്ലാതെ സങ്കടപ്പെട്ടിരുന്നു. ഇത് 4000 ആക്കിയപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ട് തോന്നി, ഒരു ആത്മനിന്ദയുണ്ടായി എനിക്ക്. വലിയ വലിയ രീതിയിൽ പാട്ടൊക്കെ എഴുതാമെന്ന് പറഞ്ഞ് രംഗത്ത് വന്നിട്ട് ഈ 4000 സോറിയൊക്കെ എഴുതേണ്ടി വന്നല്ലോ എന്നൊരു വിഷമം. പിന്നെ ഈ ഖാദർ ഹസൻ എന്ന് പറയുന്ന ആൾ ഇതെഴുത് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ബുദ്ധിമുട്ടിക്കുമായിരുന്നു. അത് ഒരു കഥാപാത്രമായിട്ടുണ്ട് സൺഡേ ഹോളിഡേയിൽ. സുഹൃത്താണല്ലോ. അതെ. അപ്പൊ ജിസ് ജോയ് ഇത് കണ്ടോണ്ടിരുന്നിട്ട് അദ്ദേഹം ഒരു കഥാപാത്രമാക്കി സിദ്ദിഖ് അഭിനയിച്ചല്ലോ. വയലാർ എഴുതുമോ എന്ന് ചോദിച്ച പോലെ. അപ്പൊ നമുക്ക് വല്ലാത്ത വിഷമം ഉണ്ടായി. പക്ഷെ ഒരു ദിവസം ഞാൻ ഇങ്ങനെ ഒരു യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് ഒരു പോസ്റ്റർ കാണുകയാണ്. ലോകത്താദ്യമായി ഒരു കാമുകൻ 4000 സോറി പറയുന്നു. അതാണ് പരസ്യവാചകം. ഒരു 1.5 മാസം കഴിഞ്ഞപ്പോൾ എന്നെ ആദ്യമായി ഒരു കോളേജിൽ ആർട്സ് ഉദ്ഘാടനത്തിന് വിളിക്കുക. ഈ ഹരിഹരൻ പിള്ളയും വെട്ടവും എഴുതിയ ആളെ തിരക്കാത്ത പുതിയ തലമുറ ഈ പാട്ട് ഹിറ്റായപ്പോൾ അത് വല്ലാത്തൊരു ആനന്ദകരമായി എനിക്ക് തോന്നി. ആര്യയും അതുപോലെയായിരുന്നു. ആര്യയിലും തമ്മിൽ വഴക്കിടുമ്പോൾ ഉള്ള പാട്ടുകൾ ഒക്കെ തകതിമിതവും പ്രണയമായാലും ഉണ്ട്. ഈ BA കാരനും MA കാരും തമ്മിലുള്ള ഒരു വഴക്കാണ്, ഒരു റാഗിങ് സോങ് ആണ്. അവിടെ എന്താണ് പറയുന്നതെന്ന് ഇതുവരെ ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. അവിടെ എന്തോ പറയുന്നു. അതാണ് കമ്പ്യൂട്ടേഴ്സും ആർട്സും സയൻസും മാത്സും കോമേഴ്സും പരുക്കൻ ക്ലാസ് റൂം സബ്ജക്ട്സ് ഇതെല്ലാം അപ്പടി നോയ്സൻസ്. ക്യാമ്പസിൻ പടിയേറി വരുന്നവർ അറിയുക മാനേഴ്സ്, പഠിക്കൂ പുത്തൻ ലോ ബുക്സ്, വെരി ഇമ്പോർട്ടൻറ്റ് സിലബസ്. ഇത് നമ്മൾ നമ്മുടെ അറിവോ ഒന്നുമല്ല പാട്ടിൽ പ്രകടിപ്പിക്കേണ്ടത്. പാട്ട് എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് സംവിധായകൻ പറയുന്നു, അല്ലെങ്കിൽ സിനിമ ആവശ്യപ്പെടുന്നു. അതാണ് ആവേണ്ടത്. ഇപ്പോൾ നിന്റെ നെഞ്ചിൽ തക്കാളി എന്ന് പറഞ്ഞാൽ അവിടെ അർത്ഥമുണ്ടെങ്കിൽ അത് ഇവിടെ എഴുതില്ല. ഇവിടെ അങ്ങനെ ഒരു സാംസ്കാരിക ബോധമല്ലല്ലോ. ഒരു ഐസ്ക്രീമും കൊണ്ട് ഒരു കുട്ടി നടക്കുമ്പോൾ പുറകെ നടന്ന് നായകൻ പറയുന്നത് പച്ചത്തെറിയാണ് തെലുങ്കിൽ. അതിവിടെ എഴുതാൻ ഖാദർ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവീതിക്ക എന്നെ ബുദ്ധിമുട്ടിക്കരുത്, വലിയ സ്വപ്നങ്ങൾ കണ്ട് നടക്കുന്നൊരു പാവമാണ് ഞാൻ. അപ്പം നീ ഇഷ്ടമുള്ള എഴുതിക്കോ എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഐസ്ക്രീമിനെ ബുദ്ധി നുണഞ്ഞാൽ ഹൈ സ്പീഡിൽ ഗുണ്ടുമണി നീ ലൈറ്റിങ്ങിലെ സ്ലിമ്മായിടും മോളെ എന്ന് എഴുതിയത്. പക്ഷെ ഖാദർ ഹസൻ എപ്പോഴും വിടില്ല. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ വളരെ ബുദ്ധിമുട്ട് തോന്നിയതുകൊണ്ടാണ് ഈ ഡബ്ബിംഗ് പടത്തിൽ നിന്ന് പതുക്കെ മാറുകയും അത് ചില അഭിമുഖത്തിലൊക്കെ പറയാൻ അന്നത്തെ കാലത്ത് അത് പറഞ്ഞത് വലിയൊരു ധൈര്യമാണെന്ന് ഇപ്പം തോന്നുന്നുണ്ട്. കാര്യം പ്രതിഫലം മര്യാദയ്ക്ക് കിട്ടുന്നൊരു ഫീൽഡായിരുന്നു. ഇരുന്ന് കഷ്ടപ്പെട്ട് എഴുതാൻ ആരും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ കാണുന്ന ഗാനരചയിതാക്കളൊന്നും ഒന്നും രംഗത്ത് വന്നിട്ടില്ല. അപ്പോൾ വളരെ സേഫായി ഇച്ചിരി പൈസ കിട്ടുന്ന ആ മേഖല വേണ്ടെന്ന് വയ്ക്കാൻ തോന്നിയത്, മലയാള സിനിമയിൽ ഒരു അവസരം കിട്ടണമെങ്കിൽ ഡബ്ബിംഗ് പടത്തിൽ പാട്ട് എഴുതി സജീവമായി നിൽക്കുന്ന ഒരാളെ മലയാള സിനിമ പരിഗണിക്കുകയില്ല. പിൽക്കാലത്ത് അങ്ങനെ സംഭവിച്ചവരുടെയൊക്കെ ചരിത്രം ഞാൻ വിശദീകരിക്കുന്നില്ല. അവർ പരിഗണിക്കുകയില്ല. പക്ഷേ അല്ലു അർജുൻ പടങ്ങളുടെ പാട്ടുകൾ നോക്കുമ്പോൾ ഏതോ പ്രിയരാഗം മൂളുന്നു ഒക്കെ ഇപ്പോഴും ആൾക്കാർ മൂളുന്ന പാട്ടുകളാണ്. അത്രയും വർഷങ്ങൾക്ക് മുന്നേ ഇറങ്ങിയിട്ടും ഇപ്പോൾ അല്ലു അർജുൻ ശ്രേണികളിൽ ടോപ്പ് ഹിറ്റുകളിൽ ഒന്ന് തന്നെയാണ്. ഈ പുഷ്പ ഇറങ്ങുന്ന സമയത്തും നമ്മൾ ഈ പാട്ടിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓ ശരി. ഈ അല്ലു അർജുനൻ ഇവിടെ ആ പടത്തിൻ്റെ പ്രൊമോഷന് വേണ്ടിയൊക്കെ ഇവിടെ വരുമ്പോൾ ആരും അറിയില്ല ആ മനുഷ്യനെ. ആരും അറിയാത്ത ഒരാൾ. എറണാകുളത്ത് വന്നപ്പോഴൊക്കെ ഞാനൊക്കെ കൂടെ ഉണ്ടായിരുന്നു. ഒരു ഫോട്ടോ എടുക്കാൻ പോലും ഒന്നും തോന്നിയില്ല നമുക്ക്. ഒരു നടൻ പ്രണയമായി വിജയിച്ചതുപോലെ ഇതും വിജയിക്കും, ഇതിനപ്പുറം. പക്ഷെ നമ്മുടെ സ്വപ്നങ്ങളിലൊന്നും ഇവരില്ലല്ലോ. നമ്മുടെ ആഗ്രഹത്തിലോ ആരാധനാ വലയത്തിലോ ഒന്നും ഇവരാരും ഇല്ല. അപ്പോൾ നമുക്ക് സിനിമയിൽ പാട്ടെഴുതണം, മലയാള സിനിമയുടെ സജീവമായ ഒരു വഴിയിലൂടെ ഒരു ഓരം ചേർന്നെങ്കിലും നടക്കണം എന്ന ആഗ്രഹമാണ് അപ്പോൾ ഉണ്ടായിരുന്നത്. അങ്ങനെ ഡബ്ബിംഗ് സിനിമയിൽ പാട്ടെഴുതുന്നില്ല എന്നൊരു തീരുമാനം എടുത്തതുകൊണ്ട് ഗുണമുണ്ടായി. അതിനുശേഷമാണ് കനകസിംഹാസനം എന്ന സിനിമയിൽ പാട്ടെഴുതാൻ കഴിഞ്ഞത്. അതിനുശേഷമാണ് ഒരുപാട് ഹിറ്റ് പടങ്ങൾ സജീവമായി ഒരു മലയാള സിനിമയിലെ ഗാനരചയിതാവെന്ന രീതിയിൽ ആ രംഗത്തുള്ളവർ, സിനിമയിലുള്ളവർ, പുറത്തുള്ളവരല്ലല്ലോ. പുറത്തുള്ളവർക്ക് എല്ലാ പാട്ടും തുല്യമാണ്. നല്ല പാട്ട് വേണം, പക്ഷെ അകത്തുള്ളവർക്ക് ഇഷ്ടപ്പെടുക എന്നുള്ളത്.
ഞാൻ മാക്ട എന്നൊരു സംഘടന ഉണ്ടല്ലോ, ഞങ്ങളുടെ സംഘടന. ആ സംഘടനയിൽ 3 സിനിമയിൽ പാട്ടെഴുതിയാലേ അംഗത്വം കിട്ടുള്ളായിരുന്നു. ആ 3 സിനിമയാകാൻ വേണ്ടി ഞാനൊരു 6 വർഷം കഷ്ടപ്പെട്ടു. ആദ്യത്തെ 2 പടം കഴിഞ്ഞിട്ട് ആദ്യത്തെ 2 പടം കഴിഞ്ഞ് പിന്നെ ഒരു 4-ാമത്തെ വർഷം 5-ാമത്തെ വർഷം കഴിയുമ്പോഴാണ് ഈ കനകസിംഹാസനം വരുന്നത്. അതിനിടയ്ക്ക് ഡബ്ബിംഗ് പടത്തിൽ ഇങ്ങനെ പെട്ടുപോയി. 3-ാമത്തെ ഒരു സിനിമയില്ലാതെ കഷ്ടപ്പെട്ടു. ഈ സംഘടനയിൽ ചെന്നാൽ ഇവരെല്ലാം കാണാമല്ലോ എന്ന് ആഗ്രഹം കൊണ്ടാണ്. എപ്പോഴും കാണാമല്ലോ ആരാധിക്കുന്നവരെ, ഒരു ജനറൽ ബോഡിയിലെങ്കിലും അടുത്തിരിക്കാമല്ലോ. അത് എം ജയചന്ദ്രനുമായിട്ടുള്ള പ്രിയതമേ ശകുന്തള ഒരു ബ്രേക്കാണ്. തീർച്ചയായിട്ടും. പ്രിയതമേ ശകുന്തളെ പ്രമദമാനസ സരസിൽ നീന്തും പ്രണയഹംസമല്ലേ നീ. അത് ഒരു ദുഷ്യന്തൻ പറയേണ്ടതുള്ളതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറയാൻ കഴിഞ്ഞത്. ദാസാറിന്റെ ശബ്ദം അത് ജാനകിയമ്മ കൂടെ പാടണമെന്ന് സേന സാറ് പറഞ്ഞു. പക്ഷെ കിട്ടിയില്ല. എനിക്കത്തെ ചേച്ചി കൂടെ പാടി. എം ജയചന്ദ്രനുമായിട്ട് അതിന് മുമ്പ് മഹാമായ എന്ന ആൽബം ഉണ്ടായി, മനോരമയുടെ ചിത്ര ചേച്ചി പാടിയ ആൽബം. പിന്നെ ക്യാമ്പസ് എന്ന ഈസ്റ്റ് കോസ്റ്റിൻ്റെ ആൽബം. ഇതെല്ലാം ഞങ്ങൾ ഒരുമിച്ച് ചെയ്ത ഒരു ആത്മബന്ധം ഞങ്ങൾക്കുണ്ടായിരുന്നു. അത് സഹായകരമായി കനകസിംഹാസനത്തിലേക്കുള്ള യാത്രയിൽ. 10-25 പടത്തിൽ കൂടുതൽ ഞങ്ങൾ 32ഓളം സിനിമയിൽ 32 ചെയ്തു അല്ലേ? അടിപൊളി. കുറേ നല്ല പാട്ടുകൾ, മല്ലു സിംഗ്, റോമൻസ്, അങ്ങനെ കുറേ നല്ല പാട്ടുകൾ. ഭാര്യ 1, മക്കൾ 3, ഇനിയും കൊതിയോടെ കാത്തിരിക്കാം. അതും ദാസാറിന്റെ ശബ്ദത്തില് ഭയങ്കര രസമാണ്. ഇനിയും കൊതിയോടെ കാത്തിരിക്കാം ഞാൻ. ഇത്ര ആത്മാർത്ഥമായ ഒരു പാട്ടിൽ മുഴുകി അവസാനത്തെ പിന്നെ രംഗത്ത് പോലും ആ പാട്ടിനെ പ്രണയിച്ച് നമ്മൾ എഴുതി കൊടുക്കുന്ന വരി അത്ര പെർഫെക്റ്റോടെ തന്നെ പാട്ടിലുണ്ടാവണമെന്ന് ആഗ്രഹിച്ച് അതിൽ തന്നെ മുഴുകുന്നൊരു സംഗീത സംവിധാനം ഞാൻ കണ്ടിട്ടേ ഇല്ല. അത്രയേറെ. അപ്പോൾ അദ്ദേഹത്തോടൊപ്പം ഇരിക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടൊക്കെയാണ് ഇത് ശരിയാകാൻ വേണ്ടി. പക്ഷെ ചെറിയ തർക്കങ്ങളൊക്കെ ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടാകുമ്പോഴുള്ള തർക്കം. നമ്മൾ 12 പടത്തിൽ കൂടെ സഹകരിച്ച സംഗീത സംവിധാനം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. തമ്മിൽ കാണാനുള്ള ഭാഗ്യമില്ലാതെ മലയാളിയായിട്ട് ജീവിച്ചിരിക്കുന്ന സംഗീത സംവിധായകരും ഉണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പോഴാണ് അടുത്ത ഒരു മുറിക്കകത്ത് 10-30 സിനിമയിൽ ഇരിക്കുമ്പോഴുണ്ടാവുന്ന ആത്മബന്ധം ഉണ്ടല്ലോ, ആ ആത്മബന്ധത്തിലാണ് നമുക്ക് തർക്കം ഉണ്ടാവുന്നത്, നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുന്നത്. പക്ഷെ എന്തെങ്കിലും സംഭവിച്ചാൽ സങ്കടം ഉണ്ടാവുന്നത് അതുകൊണ്ടാണ്. ഓർമ്മകളുണ്ടല്ലോ, ഒരുപാട് ഓർമ്മകളുണ്ട്. അടുത്തിരുന്നത് കൊണ്ട് മനസ്സ് കടുപ്പമുള്ളതാവും. ഞാൻ എഴുതിയൊരു കവിത തന്നെയുണ്ട്. അടുത്തിരിക്കുക മനസ്സിലുള്ളൊരു കടുപ്പമല്ലെങ്കിൽ കുറഞ്ഞു പോയിടാം, അടക്കി വയ്ക്കാതെ ഒടുക്കമാവോളം അകമ്പൊരുൾ തമ്മിൽ പകർന്നിരുന്നിടാം, അനുഭവിക്കും ഈ നിമിഷമല്ലാതെ നമുക്ക് സ്വന്തമില്ല അറിഞ്ഞുകൊള്ളുക. അപ്പോൾ എനിക്ക് കുട്ടൻചേട്ടനോട് വലിയ ആത്മബന്ധമാണ്, പറഞ്ഞു തീർക്കാനാവാത്ത ആത്മബന്ധമാണ്. പക്ഷെ മനസ്സിൽ ഒന്നും എൻ്റെ ഇരിക്കില്ല. അതുകൊണ്ട് ചില കാര്യങ്ങൾ പറയും. മുമ്പിലൊരു ക്യാമറ ഉള്ളത് കൊണ്ട് അത് വലിയ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത്, അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ പറയാത്ത കാര്യങ്ങളൊക്കെയാണ് ടൈറ്റിലൊക്കെ വന്നത്. അതൊരു കച്ചവടമാണ്. പക്ഷെ ഞാൻ പറഞ്ഞതൊക്കെ വസ്തുതമായ കാര്യമാണ്. അദ്ദേഹം ഒരു ജെനുവിൻ പേഴ്സണാണ്. ഈ ചട്ടക്കാരിയിലെ 2 പാട്ടും ശ്രേയാജി പാടിയിരിക്കുന്നത് അത് വലിയൊരു ഭാഗ്യമല്ലേ? അത്രയും വലിയൊരു ഗായിക നമ്മുടെ പാട്ട് പാടുക എന്ന് പറയുന്നത്. അതെ, വലിയ ഭാഗ്യമാണ്. കാര്യം ചട്ടക്കാരി എന്ന സിനിമ, ആദ്യത്തെ സിനിമ ഇറങ്ങുമ്പോൾ എനിക്ക് 1 വയസ്സാണ്. ഞാൻ 73-ലാണ് ജനിച്ചത്. 74-ലാണ് ആദ്യ ചട്ടക്കാരി. അപ്പോൾ അന്ന് 1 വയസ്സാണ്. അന്ന് മന്ദസമീരനിൽ ആ പാട്ടൊക്കെ ഹിറ്റാണ്. എനിക്കൊക്കെ ഒരു 12 വയസ്സ് 13 വയസ്സൊക്കെ ആകുമ്പോൾ ഈ ചട്ടക്കാരി നാട്ടുംപുറങ്ങളിൽ നാടകങ്ങൾക്ക് പകരം ഇതിങ്ങനെ കാണിക്കാൻ കൊണ്ടുവരും. അങ്ങനെയാണ് ഞാൻ ആദ്യം ചട്ടക്കാരി കാണുന്നത്. അപ്പോൾ ആ ചട്ടക്കാരി വീണ്ടും റീപ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളത് വലിയ സന്തോഷകരമായ കാര്യം. അത് സന്തോഷ് സേതുമാധവൻ എന്ന സേതുമാധവൻ സാറിൻ്റെ മകൻ തന്നെ സിനിമയാക്കുന്നു. ദേവരായ മാഷിൻ്റെ ശിഷ്യൻ അതിൻ്റെ സംഗീതം ഒരുക്കും. അപ്പോൾ അതിൽ വലിയ ഭാഗ്യമാണ്. നിലാവേ നിലാവേ നീ മയങ്ങല്ലേ എന്ന പാട്ട്, മറ്റേ പാട്ട് കുറുമൊഴിയുടെ കൂട്ടിലെ കുളിരൊളി വെയിൽ മായവേ എന്നാണ് ആ പാട്ട്. ഇത് ടൈറ്റിൽ സോങ് ആണ്. റോമൻസിലൊരു പാട്ടിലല്ലേ കുറച്ച് ജിബ്രിഷ് പോലെ കുറേ വരികൾ വന്നിട്ട് അത് 7 ദിവസം കഷ്ടപ്പെട്ടൊക്കെ എഴുതിയ പാട്ട്. എം ജയചന്ദ്രൻ്റെ അടുത്തിരുന്ന അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. 7-8 ദിവസമൊക്കെ ചിലപ്പം ഇവിടെ ഇരി അങ്ങനെയാണ്. പക്ഷെ അതിന് ഒരു ഫലമുണ്ട്. അത് ഓർമ്മയുണ്ടോ? ഓ, മാനത്തൂരു വെള്ളിക്കുയിൽ എന്ന് പറഞ്ഞ് ഇങ്ങനെ നീണ്ടു പോകുന്നൊരു പാട്ടുണ്ട്. പറയാൻ പറ്റുമോ? എനിക്ക് എൻ്റെ വരികൾ എനിക്ക് എല്ലാം കാണാപാഠമാകാന്ന് പറയുന്ന ഒരു സിദ്ധി വശമല്ല. കൈതപ്പുറം തിരുമേനിയും ശ്രീകുമാരൻ തമ്പി സാറും ഒക്കെ ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ഇത് പറയുന്ന അസൂയ തോന്നും. അവരുടെ മനസ്സിൽ ഇതുണ്ട്. ഞാനിതിങ്ങനെ സൂക്ഷിച്ച് വയ്ക്കാറില്ല. കാര്യം അത് പറന്നുപോയ കിളിയാണ്, മറ്റേതോ കൊമ്പിലിരിക്കുകയാണ്. എൻ്റെ ഹൃദയത്തെക്കാൾ മറ്റേതോ ഹൃദയങ്ങളുടെ ചില്ലകളിൽ ചേക്കേറി കഴിഞ്ഞു. അത് എൻ്റെ മല്ലു സിംഗിലെ പാട്ടുകൾ കാക്കാമലയിലെ കായ്ക്കാമലയിലേ ഉള്ളൂ. അതും പിന്നെ ഒരു കിങ്ങിണിക്കാറ്റ് വന്ന് കിന്നരം മീട്ടി ഇതിലെ അതിൽ പഞ്ചാബിനെ വരച്ചിടാൻ പറഞ്ഞപ്പോൾ 5 നദി കൊഞ്ചലുള്ള പഞ്ചവർണ്ണ പനങ്കിളിയേ
ആ. 5 നദി കൊഞ്ചലുള്ള പഞ്ചവർണ്ണ പനങ്കിളിയാണ് പഞ്ചാബ്. ഉം. ഇതിൽ കൂടുതൽ എന്ത് പറയാനാണ്? ഉം. അതിൽ ഒരുപാട് എഴുതിയിട്ടുണ്ട്. അങ്ങ് ഭക്രാനങ്കലിന്റെ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അതൊന്നും വേണ്ടെന്ന് പറഞ്ഞു. ഭക്രാനങ്കൽ അവിടെ അണക്കെട്ടാണ്. എന്തും എഴുതാന്ന് പറഞ്ഞപ്പോഴേ ഉം. പിന്നെ അതിൽ തന്നെയാണ് അങ്ങ് ജീരകപ്പാടമതിനക്കരെ പോയ കുഞ്ഞു സൂര്യനെ തേടി അലയ. അതാണ് മല്ലു സിംഗിന്റെ മല്ലു സിംഗ് എന്ന് പറഞ്ഞ കഥ. കഥ. അതെ അതെ അങ്ങനെ എഴുതാനുള്ള ഭാഗ്യവും കിട്ടി. അതെ, ജീരകപ്പാടം അതിനക്കരെ പോയ കുഞ്ഞു സൂര്യനാണ് ഉണ്ണി മുകുന്ദൻ. ഉം. അതിനെ തേടി ഇവിടുന്ന് കുഞ്ചാക്ക പോകാൻ പോകുന്നതാണ് ഉം. കഥ. ഇന്ന് കുഞ്ഞു സൂര്യനല്ല, വലിയ വലിയ സൂര്യനായി. അതെ അതെ, ഞാനത് എപ്പോഴും ഓർക്കും. ഉണ്ണിയുടെ ആ സ്ഥിരോത്സാഹം, ഉം. ഉണ്ണി സ്വപ്നം കാണുന്നത്, ഉണ്ണിയുടെ നിഷ്കളങ്കത ഉം. എല്ലാം അയാളെ വിജയത്തിലേക്ക് എത്തിച്ചു. ഉം. പിന്നെ മല്ലു സിംഗിൽ പാട്ട് എഴുതാൻ കഴിഞ്ഞു എന്നുള്ളത് അയാൾ എപ്പോഴും ആ ആത്മബന്ധം സൂക്ഷിക്കാറുണ്ട്. ഉം. ഉം. ഈ പ്രിയതമേ ശകുന്തളയെ പോലെ ശകുന്തളയെക്കുറിച്ച് അത്യാവശ്യം വേറൊരു പാട്ടിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടില്ലേ? അത് ഈ പാട്ടിൽ തന്നെയാണ്? ഈ പാട്ടിലാണ്. പാട്ടിൽ തന്നെ. ഓർമ്മകളെല്ലാം ചന്ദന വിരലിൽ മോതിരമായി അണിയാം. ഉം. അത് പ്രിയതമേ ശകുന്തള എന്ന പാട്ടിലാണ്. ഈ ഓർമ്മകളൊക്കെ ചന്ദന വിരലിൽ മോതിരമായി അണിഞ്ഞുകൊണ്ടാണ് ദുഷ്യന്തൻ പോകുന്നത്. ഉം. അതാണ് മെയിൻ കഥ. ആ തളർ വിരലിൽ ഉം. ഒരു മോതിരം അണിയുകയാണ്. എന്നിട്ട് ഈ മോതിരം സൂക്ഷിച്ചു വെച്ചേക്കണം, ഇതെന്റെ ഓർമ്മകളുടെ മോതിരമാണെന്ന് ദുഷ്യന്തൻ പറയുന്നുണ്ട്. ഉം. അത് നമ്മൾ പണ്ടെവിടെയോ വായിച്ചത് ഒരു സിനിമാ പാട്ടിൽ ഒതുക്കാൻ കഴിഞ്ഞു. ഉം. ഈ 1001 ഗാനങ്ങളുടെ ഒരു സമ്പൂർണ്ണ സമാഹാരം ഇറക്കിയത് ഞാൻ 16 വർഷം മുമ്പ്. ഉം. HNC-യാണ് ഇറക്കിയത്, എൻ്റെ പ്രിയ ഗീതങ്ങൾ, ആ പേര്. ഉം. അപ്പോൾ അതിൽ ONV സാറിനോടൊരു അവതാരി എഴുതി തരണമെന്ന് പറഞ്ഞ് ഞാൻ ചെന്നു. അദ്ദേഹം സമ്മതിക്കാത്തതാണ്. ഉം. പക്ഷേ അദ്ദേഹം എന്തോ ഒരു ആർദ്രതയുള്ള ഒരാൾക്ക് പ്രത്യേകിച്ച് നമ്മളെപ്പോലെ ഒരു സാധാരണക്കാരനെ പിടികിട്ടുമെന്നുള്ളതുകൊണ്ടായിരിക്കും. ഇരിക്കും എന്ന് പറഞ്ഞു, കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് പറഞ്ഞു പോയിട്ട് ഒരു 15 ദിവസം കഴിഞ്ഞ് വരാൻ പറഞ്ഞു. അങ്ങനെ ഈ പാട്ടുകൾ അന്ന് എഴുതിയ 10-40 സിനിമയുടെ പാട്ടും പിന്നെ ഭക്തിഗാനം ഒക്കെ കൂടെ 1001 ഗാനങ്ങൾ. ഉം. ഉം. അതിൽ അദ്ദേഹം കുറേ പാട്ടുകളൊക്കെ വായിച്ചു നോക്കിയിട്ട് ഇങ്ങനെ എഴുതി വച്ചിരിക്കുകയാണ്. ഉം. ശാകുന്തളത്തിൻ്റെ ആത്മാവ് ഇയാൾ 2 വരികളിൽ ഒതുക്കി വച്ചിട്ടുണ്ടെന്ന് പറയാതെ വയ്യ. വലിയ അപ്രീസിയേഷനാണ്. വലിയ അപ്രിസിയേഷനാണ്. ഒരു മഹാകവി അങ്ങനെ പറയുമ്പോൾ അത് വലിയൊരു അനുഗ്രഹമാണ്. ഉം. ഈ സിനിമയിൽ പാട്ട് എഴുതുന്നതിന് മുമ്പ് ഉം. ഒരു 16 പടത്തിൻ്റെ ഓഡിയോ കാസറ്റിൽ എൻ്റെ പാട്ടുണ്ട്. ആ. അതെല്ലാം ചെറിയ പടങ്ങളും അല്ലായിരുന്നു. രാക്കിളിപ്പാട്ട്, അതുപോലെ ചതുരംഗം, ഉം. നീലാമ്പലല്ലേ നീ എൻ്റേതല്ലേ, അതുപോലെ തന്നെ വെള്ളിമണിക്കുട താനേ വിടരും നേരം, ഉം. അങ്ങനെ ഒരു പാട്ട്. അതുപോലെ രാക്കിളിപ്പാട്ടിൽ കണ്ണിലുടക്കിയ കാന്താരി പെണ്ണിനെ കാണാൻ എന്ത് രസം. മഴ പെയ്തു തോർന്നൊരു രാവിൽ, അതിൽ തന്നെയാണ്. ഉം. നീലാമ്പൽ പൂവേ നിന്റെ, അങ്ങനെ ഒരു പാട്ട്. ഉം. പിന്നെ സൂര്യപുത്രൻ എന്ന് പറയുന്ന പടത്തിൽ മേഘഹംസങ്ങൾ ദൂത് പോയി വരും മാഘമാസ ശുഭസായന്തം. ഉം. വിനയ സാറിൻ്റെ ആകാശഗംഗയിൽ അങ്ങനെ ഒരു പാട്ടുണ്ട്. ഉം. അതുപോലെ മേൽവിലാസം ശരിയാണ് എന്ന് പറഞ്ഞ സിനിമ. ആകാശഗംഗയിലേതായിരുന്നു? മണിമഞ്ചലേറിയൻ അരികത്തു വന്ന നിൻ മുഖകാന്തിയാണി നിലാവ്. ഉം. ഇതെല്ലാം സിനിമയാണെന്ന് തെറ്റിദ്ധരിച്ച് പാവങ്ങളൊക്കെ കേൾക്കും. അതെ അതെ. ചില റേഡിയോ സ്റ്റേഷനിൽ ചില ഉദ്യോഗസ്ഥന്മാർ തെറ്റിദ്ധരിച്ച് അടുത്ത ഗാനം രക്തസാക്ഷികൾ സിന്ദാബാദ്, ഗാനരചന രാജ്യവാലങ്കൽ എന്ന് പറഞ്ഞ്, അപ്പം ഞാൻ പെട്ടെന്ന് സിനിമ പാട്ട് എഴുത്തുകാരനാവും. ഉം. കാര്യം രക്തസാക്ഷി സിന്ദാബാദിൽ 2 പാട്ടുണ്ട്. ഉം. ഉം. പനിനീർമാരിയിൽ എന്നൊരു പാട്ടുണ്ട്. ഉം. പിന്നെ ചെറുവള്ളിക്കാവിലിന്ന് എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. 2ഉം സുദീപ് കുമാറാണ് പാടിയത്. ഉം. അപ്പോൾ ഇതിലൊക്കെ എൻ്റെ ചെറിയ സ്റ്റാറിൽ മാറ്റി വച്ചിരിക്കും കാസറ്റിൽ. ഉം. ബാക്കിയൊക്കെ ONV, ഗിരീഷ് പുത്തഞ്ചേരി, അതുപോലെ തന്നെ P. ഭാസ്കരൻ, ONV ഗ്രൂപ്പ് സാർ. ഉം. അപ്പോൾ ONV, P. ഭാസ്കരൻ, ഏഴാച്ചേരി, ഗിരീഷ് പുത്തഞ്ചേരി, ഈ 4 പേരാണ് രക്തസാക്ഷി സിന്ദാബാദിൽ. ഉം. അതിൻ്റെ താഴെ രാജീവ് ആലങ്കൽ എന്നും കൂടി അടിച്ചിട്ടുണ്ട്. ഇതൊരു സ്റ്റാർ ഇട്ടതാണ്. ഉം. പക്ഷെ ചില സമയങ്ങളിലൊക്കെ ഞാൻ ചില റേഡിയോ സ്റ്റേഷനിൽ ഞാൻ നേരിട്ട് കൊണ്ട് കൊടുക്കും, ഈ സ്റ്റാറൊക്കെ മാറ്റി. അങ്ങനെയെങ്കിലും കേൾക്കാനോ, അങ്ങനെയെങ്കിലും നമ്മുടെ പാട്ട് കേൾക്കാം. സിനിമയിൽ ഒരിക്കലും എത്തുന്ന ഒരു ഒരു പ്രതീക്ഷയില്ല. ഉം. ഒരു സൂപ്പർ സ്റ്റാറിന് കൊടുക്കുന്ന പ്രതിഫലം തന്നെയാണ് ഓഡിയോ റൈറ്റ് പലപ്പോഴും. ഉം. അത്രയ്ക്ക് ഓഡിയോ കച്ചവടം വലിയ ഭംഗിയായി തകൃതിയായി നടക്കുമ്പോൾ നമ്മളെപ്പോലെ ഒരാളെ എങ്ങനെ ആൾക്കാർ ഓർക്കുമെന്നുള്ളത് വല്ലാത്ത അത്ഭുതമാണ്. ഉം. അപ്പോഴാണ് ജോണി സാഗരി നമ്മളോട് പറയുന്നത് ഒരിക്കലും എഴുതാൻ രാജീവേ എന്ന് പറയും. അതെ അതെ, ചില അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. അതേപോലെയാണ് രാജീവേട്ടൻ്റെ വിക്ക് മാറിയത്. എനിക്ക് തോന്നുന്നു 19-ാം വയസ്സിലോ മറ്റോ ആണ് ഒരു വേദിയിൽ പ്രസംഗിക്കാൻ പറയുമ്പോഴാണ് വിക്ക് മാറിയത്. അതെ, എനിക്ക് 19 കഴിഞ്ഞു, 20 ആകാത്തൊരു സമയമാണ്. അതുവരെ വിക്കി നടക്കുകയായിരുന്നു. വിക്ക് എന്നെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. ഒരു ക്ലാസ് മുറിയിൽ ഞാൻ ഉത്തരം പറഞ്ഞിട്ടില്ല. എന്ന് ഉപയോഗിക്കാൻ എനിക്കാവില്ല. ദവിടെ എന്നൊക്കെ പറഞ്ഞ് ഞാൻ രക്ഷപ്പെടും. അപ്പോൾ അങ്ങനെ വല്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ ഞാൻ
പലയിടത്തും അപഹാസ്യനായത് ഇതുകൊണ്ട് തന്നെയാണ്. ഉം. അപ്പോൾ രാജൻ പി ദേവ് ഒരു നാടകത്തിൽ, ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, രാജൻ പി ദേവ് ഒരു നാടകത്തിൻ്റെ ഉദ്ഘാടനത്തിന് ശ്രീ ബെന്നി പി നായരമ്പലമാണ് നാടകകൃത്ത്. അദ്ദേഹത്തോട് 2 വാക്ക് പറയാൻ പറഞ്ഞിട്ട് നീ ഇവിടെ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അച്ഛൻ മുമ്പിലിരിക്കുകയാണ്, പാവം. അച്ഛനിങ്ങനെ വെട്ടി വേർക്കുന്നു. കാര്യം ഇപ്പം നാണം കെടാൻ പോവാം. പക്ഷെ ഞാൻ ആ സമയം മുതൽ വെക്കിയിട്ടില്ല. കാര്യം എൻ്റെ മനസ്സിൽ ഇപ്പോഴും അതിൻ്റെ വികാരം നന്നായിട്ട് അറിയാം. അതെനിക്ക് അടയാളപ്പെടുത്താൻ കഴിയും നിങ്ങളോട്. ഞാൻ കൗമാരത്തിൽ എൻ്റെ സങ്കടങ്ങളോ എൻ്റെ പ്രണയമോ എൻ്റെ വേവലാതികളോ എൻ്റെ വിരഹമോ ഒന്നും പറഞ്ഞിട്ട് ആർക്കും മനസ്സിലായില്ല. ഇനി 12 വരിയിൽ പറയുന്ന മറ്റാരുടെയോ വേവലാതികൾ, അവരുടെ പ്രണയം, അവരുടെ സന്ദേഹങ്ങൾ, അതൊക്കെയാണല്ലോ ഈ പാട്ട്. അതൊക്കെ നിങ്ങൾ കേൾക്കാൻ പോവുകയാണ്. ആ ആത്മവിശ്വാസമാണ് ഇപ്പോഴും ഞാൻ എന്നെ ഇരുത്തിയിരിക്കുന്നത്. എൻ്റെ എളിയ ഹൃദയം, എനിക്കിപ്പോഴും ഒറ്റ പ്രാർത്ഥനയുള്ളൂ, എനിക്ക് എന്നോട് തന്നെ ഒന്ന് ജയിച്ച് നിൽക്കണം. എനിക്ക് എന്നോട് മാത്രം ജയിച്ചാൽ മതി, വേറെ വലിയ സക്സസ് ഒന്നും എനിക്ക് വേണ്ട. എന്നിൽ വേറൊരാളുണ്ട്, 2 പേരുണ്ടല്ലോ. എന്നിലെ പ്രതിഭയുണ്ട്, ഒരു കേവലനായ മനുഷ്യനുണ്ട്. എപ്പോഴും തോറ്റുപോകുന്ന, കരയുന്ന, എപ്പോഴും ജീവിതം തകർന്നു പോയി എന്ന് തോന്നുന്ന ഒരാളുണ്ട്. മറ്റൊരാളുണ്ട്, എപ്പോഴും വിജയിക്കാൻ മാത്രം ജനിച്ചതാണെന്ന് സ്വയം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭയുമുണ്ട്. ആ പ്രതിഭ എന്നെ എപ്പോഴും ഇങ്ങനെ ഉമ്മ വയ്ക്കുന്നുണ്ട്. മറ്റേയാൾ പലപ്പോഴും മരിച്ചു വീഴും. അപ്പോഴൊക്കെ ഒരു മൃതസഞ്ജീവനി പോലെ ഒരു ചുംബനം ഈ പ്രതിഭയാകുന്ന ആൾ എൻ്റെ ഉള്ളിലിരുന്ന് അയാൾക്ക് കൊടുക്കുന്നുണ്ട്. അത് എല്ലാം മനുഷ്യരും അത് അനുഭവിക്കുന്നുണ്ടാവും. ഞാനിത് എനിക്ക് എൻ്റെ ഒരു എളിയ രീതിയിൽ എനിക്ക് അടയാളപ്പെടുത്താൻ കഴിയുന്നത് കൊണ്ട് ഞാൻ പറയുന്നതാണ്. ഒരു അതിജീവനമാണ് ഈ നിമിഷം വരെ, അങ്ങയോട് സംസാരിക്കാൻ കിട്ടുന്ന ഈ നിമിഷം വരെ പാട്ടുകളെക്കുറിച്ച് വളരെ ആധികാരികമായി അഴകാഴത്തോടെ പഠിക്കുന്ന ഒരാളുടെ മുമ്പിൽ എൻ്റെ ഈ 30ാമത്തെ വർഷം എന്നെ കൊണ്ട് ഇരുത്തിയ കാലത്തിന് ഞാൻ നന്ദി പറയാം. ഇതേപോലെ വേദികളിൽ ഭയങ്കര രസമായിട്ട് രാജീവേട്ടൻ സംസാരിക്കും. അതായത് എഴുത്തിനപ്പുറത്തേക്ക് ഒരു വാഗ്മിയാകാൻ കഴിഞ്ഞ ഒരാൾക്ക് ഒരു കാലഘട്ടത്തിൽ വിക്കുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലാണ് രാജീവേട്ടൻ സംസാരിക്കുന്നത്. രാജീവേട്ടൻ വ്യൂവർഷിപ്പ് നോക്കിയാൽ മനസ്സിലാവും. ഇൻ്റർവ്യൂവിനെക്കാളും പ്രസംഗങ്ങൾക്കാണ് വ്യൂവർഷിപ്പ് ഉള്ളത്. ആ പ്രസംഗം ആൾക്കാർക്ക് കേട്ടിരിക്കാൻ ഇഷ്ടമാണെന്നുള്ളതും അത് ഒഴുക്കോടുകൂടി സംസാരിക്കാൻ കഴിയുന്നത്. ഈ പ്രാസംഗികനാകുന്ന സമയത്ത് ഉള്ളിൽ എന്താണ് അങ്ങനെ ഒരു ആവേശം വരുന്നത്? എനിക്ക് എൻ്റെ പാട്ടെഴുത്തുകാരനേക്കാൾ വലിയൊരു ആവേശം പ്രസംഗ പീഠത്തിലെത്തുമ്പോൾ ഉണ്ടാവും. കാര്യം ഞാൻ അപ് ടു ഡേറ്റ് ആയിട്ട് ഓരോ കാര്യങ്ങൾ തിരിച്ചറിയും. ഉറൂബിൻ്റെ സുന്ദരികളും സുന്ദരന്മാരും ഞാൻ ഒരു വട്ടം എവിടെയോ ഇങ്ങനെ വായിച്ച് പറഞ്ഞു പോയതാണ്. പക്ഷെ ഉറൂബ് കേട്ടാൽ പോലും ഞെട്ടുന്ന രീതിയിൽ ഞാനതിനെ പൊലിപ്പിക്കും. മുമ്പേ ഉറൂബ് ഉണ്ടെങ്കിൽ പറയും ഇതൊന്നും ഞാൻ എഴുതിയതല്ലോ, ഇങ്ങനെ ഞാൻ പറഞ്ഞ സുന്ദരികളും സുന്ദരന്മാരും കേട്ടിട്ട് ഈ ബുക്ക് വായിച്ച് ഇത് എന്നെ തെറ്റിദ്ധരിപ്പിച്ചല്ലോ എന്ന് പറഞ്ഞ പലരും ഉണ്ട്. എനിക്കൊരു കാര്യം അല്പം ഒന്ന് പിന്നെ പൊലിപ്പിച്ചുകൊണ്ടിരിക്കും. ഞാൻ പാട്ട് എഴുതിയാൽ അതിൻ്റെ ഹാങ് ഓവർ ചിലപ്പോൾ 1-2 മണിക്കൂർ കൊണ്ട് തീരും. പിന്നീട് ഞാൻ ആ പാട്ടേ മറന്നു പോകും, എൻ്റെ വരികളെ. പക്ഷെ പ്രസംഗപീഠത്തിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ രാത്രി ഞാൻ ഉറങ്ങില്ല. പിന്നെ ഒരു 5-6 പ്രാവശ്യം ഞാൻ അതിനെ ഇമ്പ്രൂവ് ഇങ്ങനെ ആകാമായിരുന്നല്ലോ എന്നോർത്ത് ഞാനിങ്ങനെ നൃത്തം കളിക്കും. ഒരു ഡോക്ടർമാരുടെ സമ്മേളനത്തിലാണെങ്കിൽ അവരെ ഞെട്ടിപ്പിക്കുന്ന രീതിയിൽ എന്ത് പറയാം. ഒരു ഭാഗവത സത്രത്തിലാണെങ്കിൽ കൃഷ്ണനെക്കുറിച്ച് അവർക്കറിയാൻ പാടില്ലാത്ത എന്ത് വ്യൂ പോയിന്റ് സംസാരിക്കുക. അള്ളാഹുവിനെ കുറിച്ച് മുഹമ്മദീയർ പറയാത്ത എന്ത് പറയാൻ കഴിയും. അതൊരു പ്രാർത്ഥനയാണ്. യേശു തമ്പുരാനെ കുറിച്ച് എങ്ങനെ പറയാം. ഇങ്ങനത്തെ പുതുമയുള്ള കാര്യങ്ങൾ പറയാൻ എന്നെ പ്രേരിപ്പിച്ചത് 50 സിനിമയിൽ കൂടുതൽ പാട്ട് എഴുതിയിട്ടും കേരളത്തിന് പുറത്തു പോകാൻ കഴിയാതിരുന്നതുകൊണ്ടാണ്. 50 സിനിമയിൽ കൂടുതൽ പാട്ട് എഴുതിയിട്ടും ഒരു പെർഫോമർ അല്ലാത്തതുകൊണ്ട് കേരളത്തിന് പുറത്തു പോകാൻ, യാത്രയെ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് കേരളത്തിന് പുറത്തു പോകാനുള്ളൊരു സാധ്യതയായി ഞാൻ എൻ്റെ പ്രസംഗത്തെ കണ്ടു. പ്രസംഗം സക്സസ് ആയപ്പോൾ 10-20 രാജ്യങ്ങളിൽ പോകാൻ കഴിഞ്ഞു. മലയാളികളുള്ളിടത്തൊക്കെ ഇപ്പോഴും വിളിക്കുന്നത് കൊണ്ടാണ്. ഞാനും എൻ്റെ മോനുമായി നിരന്തരമായി യാത്ര ചെയ്യുന്നത് ഈ ഒരു ഇതുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഓരോ നിമിഷവും നമ്മൾ പുതുക്കപ്പെടും. നമ്മൾ അനുഭവങ്ങൾ കൊണ്ട് പുതുക്കപ്പെടുന്നുണ്ട് നിരന്തരം. എല്ലാ വ്യക്തികളും ഇന്നലത്തെ പ്രണയമല്ല ഇന്നത്തെ. ഇന്നലെ ഒരാൾ അപഹസിച്ച പോലെ അല്ല നമ്മൾ ഇന്ന് ആ അപഹാസ്യതയിൽ മുമ്പിൽ നിൽക്കുന്നത്. പക്ഷേ ഇതിനെ ഭാഷ കൊണ്ട് പുതുക്കപ്പെടാൻ പലർക്കും കഴിയാറില്ല. ഈ സാംസ്കാരിക സമ്മേളനങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് രാജീവ് ആലിംഗൽ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഒരുപാട് അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഈ അനിയൻ്റെ മരണത്തെക്കുറിച്ച് പറയുന്നത് വീഡിയോയിൽ കണ്ട സമയത്ത് ഞാൻ മനസ്സിലാക്കിയത് അത് ഏതൊക്കെ ഡയമെൻഷൻസിൽ അത് നമുക്ക് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന രീതിയിൽ രാജീവേട്ടൻ സംസാരിക്കാൻ മനസ്സിലാവുന്നുണ്ട്. അതിൽ ഈ ആത്മഹത്യക്കുറിപ്പ് എഴുതി വെച്ചിട്ട് ഈ ഷർട്ട് എൻ്റെ നോക്കിക്കോളൂ എന്ന് പറയുന്ന, അവിടെ തൂക്കിയിട്ടിട്ടുണ്ട്, അത് നോക്കിക്കോളൂ എന്ന് പറയുന്ന സ്ഥലത്ത് അതങ്ങനെ തന്നെയാണോ കത്തിലെന്ന് എനിക്കറിയില്ല. പക്ഷെ രാജീവേട്ടൻ പറയുന്ന ആ സംഭവം കേൾക്കുമ്പോൾ നമ്മളൊരു വലിയ സിനിമ കണ്ട്
തീർന്നതുപോലെ തോന്നുന്ന ഒറ്റ സെന്റൻസിൽ ഉണ്ട്. ഞാനിതൊരു 10-30 സിനിമയിൽ പാട്ട് എഴുതുന്നവരെ ഇതൊന്നും പുറത്ത് പറഞ്ഞിട്ടില്ല. ഉം. അത് പറയാൻ പ്രേരിപ്പിച്ചത് കലാഭവൻ മണിയാണ്. ഉം. അദ്ദേഹം പറഞ്ഞ് പലരും കളിയാക്കിക്കോട്ടെ, നമ്മുടെ സങ്കടമല്ലേ പറയുന്നത്, നമ്മുടെ ഇല്ലായ്മയും നമ്മുടെ വേവലാതികളും അല്ലേ പറയുന്നത്. ഉം. നമ്മൾ പണ്ട് അമേരിക്കൻ പ്രസിഡന്റിന്റെ അളിയനായിരുന്നു അല്ലല്ലോ പറയുന്നത്. അത്രയ്ക്കൊരു ദരിദ്രമായ ചുറ്റുപാടായിരുന്നു. ദരിദ്രമല്ലായിരുന്നു, എല്ലാ തരത്തിലും പാകമായിരുന്ന ഒരു ഒരു ഫ്യൂഡൽ കുടുംബത്തിൽ തന്നെയാണ് ജനിച്ചതൊക്കെ. ഉം. പക്ഷേ ജീവിതം വല്ലാതെ 4 വയസ്സിലെ അച്ഛനും അമ്മയും തമ്മിലുള്ള വേർപിരിയലുണ്ടായി. ഉം. അതിനുശേഷം അനിയനും ഞാനും അച്ഛനും തമ്മിലുള്ളൊരു ജീവിതം. അതിനിടയ്ക്ക് 16 വയസ്സിൽ അനിയൻ കൂടി പോവുകയാണ്. വീട്ടിലെല്ലാം ഉണ്ടായിട്ടും പട്ടിണി കിടക്കേണ്ടി വരുന്നൊരു ദുര്യോഗം ഉണ്ടല്ലോ, വച്ചു തരാൻ ആരുമില്ലാതെ. അച്ഛൻ്റെയൊക്കെ ആ സങ്കടം എൻ്റെ പ്രായമാകുമ്പോൾ എനിക്ക് പിടികിട്ടും. നമ്മൾ അച്ഛനായി കഴിയുമ്പോഴേ നമ്മുടെ അച്ഛൻ അനുഭവിച്ച വേദന, ത്യാഗം ഒക്കെ മനസ്സിലാവും. അപ്പോൾ ഒരു നാടകീയമായ ബാല്യകൗമാരം ഉണ്ടായിട്ടുണ്ട്. അത് ഒരുപാട് പ്രാവശ്യം പറഞ്ഞ് ഇതൊക്കെ തള്ളലാണെന്നൊക്കെ ഉള്ള ഒരു വർത്തമാനം കേൾക്കുന്നതുകൊണ്ട് ജീവിതം അങ്ങനെയാണ്, ഒരുപാട് സങ്കടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഒരു ഷർട്ട് പോലും നന്നായി ഇടാൻ കഴിയാതെ അനിയൻ പോവുകയാണ്. നല്ല ഷർട്ട് ഇല്ല. അപ്പോൾ യേശുദാസിനെ കാണാൻ പോയിട്ട് ഈ ഷർട്ടിടാതെ പോയ ഒരുത്തനെക്കുറിച്ച് പലവട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാര്യം ആ ഷർട്ടിന് അത്രയേറെ വിലയാണ്. അപ്പോൾ ഒരു മരണ കത്തിൽ, അവസാനത്തെ കത്തിൽ ഷർട്ട് ഒരു തെക്കേ മുറിയിൽ ഇട്ടിട്ടുണ്ട്, അത് രാജുവിൻ്റെതാണ്, സൂക്ഷിച്ചു വെക്കണം എന്ന് ഈ ഒരു തിരക്കഥയിൽ എഴുതിയാൽ ഇതൊരു നാടകമാണെന്ന് പറഞ്ഞ ആൾക്കാർ കളിയാക്കും. സിനിമയും നാടകവും നോവലും ഒന്നും ജീവിതത്തോളം അഴകാഴമുള്ളതല്ല. അത് എൻ്റെ ഒരു എളിയ ജീവിതം. പക്ഷേ എൻ്റെ ജീവിതം അത്രയേറെ നാടകീയമായ ദുര്യോഗങ്ങളുള്ളതാണെന്ന് ഞാൻ പറയുന്നില്ല. ദിവസവും സങ്കടപ്പെടുന്ന ഒരുപാട് പേരുണ്ടല്ലോ, ഇന്ന് സ്വപ്നം കാണാൻ ഭാഗ്യം കിട്ടാത്തവർ അല്ലേ. അവരാണ് നമ്മുടെ റിയൽ മാസ്റ്റേഴ്സ് എന്ന് ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്. താമസിച്ച് വന്നപ്പോൾ മൗണ്ട് ബാറ്റൻ പ്രഭു പറയുന്നുണ്ട്, എന്തിനാണ് താമസിച്ചത്, ഈ 3 മണിക്കൂർ ഞാൻ ആർക്കു വേണ്ടിയും കാത്തിരുന്നിട്ടില്ല എന്ന് ഗാന്ധിജിയോട് മൗണ്ട് ബാറ്റൻ പറയുമ്പോൾ ഗാന്ധിജി തിരിച്ചു പറയുന്നുണ്ട്, കഴിഞ്ഞ മഴയത്ത് വീടൊലിച്ചു പോയവർ എൻ്റെ മുമ്പിൽ വന്നിട്ട് സങ്കടം പറഞ്ഞപ്പോൾ ആ സങ്കടം കേട്ട് മണിക്കൂറുകൾ തീർന്നു പോയത് അറിഞ്ഞില്ല, അതാണ് താമസിച്ചത്. യു നോ ദേ ആർ ദ റിയൽ മാസ്റ്റേഴ്സ് ഓഫ് ദിസ് കൺട്രി. അവരാണ് റിയൽ മാസ്റ്റേഴ്സ്. പാട്ട് കേൾക്കുന്നവർ, ഇന്ന് പാടാൻ പോലും ഇതുവരെ ഭാഗ്യം കിട്ടാത്തവർ, പാട്ട് കേൾക്കാൻ പോലും ശ്രുതി ചേരാത്തവർ ജീവിതത്തിൽ, അവർക്ക് വേണ്ടി എഴുതുന്ന ഒരാൾ ഈ ചെറിയ സങ്കടം പറഞ്ഞ് അവരുടെ മുമ്പിൽ ചെറുതാവില്ല. പക്ഷെ നമ്മുടെ സങ്കടം നമ്മളെ കരുത്താർജിപ്പിക്കുന്നുണ്ട്. പിന്നെ വൈനു പറഞ്ഞതുപോലെ അന്യൻ്റെ ദുഃഖങ്ങൾ അപാര സമുദ്രങ്ങൾ, എൻ്റെ ദുഃഖങ്ങൾ വെറും കടൽ ശംഖുകൾ എന്ന് പറയുന്നത് പോലെ, എന്നാലും നമ്മൾ അനുഭവിച്ച സങ്കടങ്ങൾ വല്ലാത്ത സങ്കടങ്ങൾ തന്നെയാണ്. ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിക്കുന്ന ചില സങ്കടങ്ങളുണ്ട്, അത് നമ്മൾ പറയില്ലല്ലോ, ഒരാളും പറയാറില്ല. അതൊന്നും അതിജീവിച്ച് കഴിയുമ്പോൾ അത് വല്ലാത്ത വേദാന്തമാവും. ശ്രദ്ധിച്ചിട്ടില്ലേ? ഇപ്പോൾ അനുഭവിക്കുന്ന സങ്കടം, ദുരന്തം ഒക്കെ നമ്മളെ വല്ലാതെ പിടിച്ചുലയ്ക്കും. പക്ഷേ ഒരു 10 വർഷം മുമ്പ് ഇതിനേക്കാൾ വലിയൊരു ദുഃഖത്തിലൂടെ കടന്നുപോയി നമ്മളിവിടെ നിൽക്കുമ്പോൾ അത് വേദാന്തമാവും. ശരിയല്ലേ? എനിക്കും താങ്കൾക്കും ഒക്കെ അങ്ങനെ അനുഭവമുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ കുറേ അനുഭവങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഒരു 5-6 വർഷം കഴിഞ്ഞ് ഞാൻ അതിജീവിച്ചതിന് ശേഷം ഇതൊക്കെ പുതിയ തലമുറയോട് പറയണമെന്നുണ്ട്. ഞാൻ എല്ലാ അഭിമുഖങ്ങളിലും പറയും, ഞാൻ ഇതുവരെ മദ്യപിച്ചിട്ടില്ല, ഇതുവരെ ഞാൻ അങ്ങനെ ഒരു പുക പോലും വിട്ടിട്ടില്ല. ഇത് പറയുമ്പോഴും അതോ തള്ളു തുടങ്ങിയെന്ന് പറയും. ആയിക്കോട്ടെ, ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളുണ്ടാകുമ്പോഴും നമുക്കൊന്ന് ഒരു സാന്ത്വനമായിട്ട് ഇതൊക്കെ മുമ്പിലുണ്ട്. 19 വയസ്സിലെ ഈ ഫീൽഡിലേക്ക് വന്നപ്പോൾ വളരെ വളരെ സുലഭമായി കിട്ടുന്ന ഇത്തരം കാര്യങ്ങളൊക്കെ വേണ്ടെന്ന് വയ്ക്കാൻ തോന്നിയത് അത്രമേൽ ഞാൻ ഈ ഫീൽഡിനെ പ്രണയിക്കുന്നുണ്ട്, എഴുത്തിനെ. തീർച്ചയായിട്ടും ഒരു 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 ബാലയിൽ പാട്ട് എഴുതിയാലും മതി കേട്ടോ. അതിൽ ഇപ്പോൾ രാജുവേട്ട ഒരു ബാലയിൽ നിന്ന് എഴുതി തന്നെ എത്ര, ഒരു 2000 രൂപയേ ഉള്ളൂ, ഗൂഗിൾ പേ ഇട്ടേക്കട്ടെ എന്ന് പറയുമ്പോൾ ഇയാളെന്നെ കളിയാക്കുകയാണ്, ഇയാളെന്നെ പിന്നെ ഇയാൾ ഇൻസൾട്ട് ചെയ്യുകയാണെന്നൊന്നും ഞാൻ വിചാരിക്കില്ല. ഞാൻ 150 രൂപയ്ക്ക് പാട്ട് എഴുതി തുടങ്ങിയ 93-ൽ, ഇയാൾ തരാൻ പോകുന്നത് 3000-ആണ്. കറണ്ട് ചാർജ് 1800 എൻ്റെ. ഞാൻ അതിന് മുമ്പ് മേടിച്ചത് 35,000, 40,000, 50,000 ആണ്. പക്ഷെ അത് സിനിമയിലാണ്, ഇത് ബാലയാണ്. രണ്ടും ഒരേ നീറലോടെയാണ് ഒരു രാത്രി ഞാൻ എഴുതി തീർത്തതെങ്കിലും രണ്ടും 2 സ്ഥലത്തേക്ക് പറന്നുപോയ കിളിയാണ്. ഈ ഒരു ചിന്ത എനിക്കുള്ളത് കൊണ്ട് ഏത് പാട്ടെഴുത്തിനെയും ഞാൻ ആഘോഷകരമായി കാണും. കാര്യം അത് എന്നെ തന്നെ ഉണർത്തുകയും
എന്നെ തന്നെ നാളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഇത് മാത്രമാണ്. എനിക്ക് എന്നോട് മാത്രം ജയിച്ചു നിന്നാൽ മതി. വേറെ ആരെയും ഞാൻ തോൽപ്പിച്ചിട്ടില്ല, എന്നെയും ആരും തോൽപ്പിക്കുന്നില്ല. ഞാൻ എന്നിലെ എന്നെ, ആ പാവം രാജു എന്ന് പറഞ്ഞൊരാളുണ്ട്, എൻ്റെ അനിയൻ സജി എന്നെ വിളിക്കുന്ന ആ പേരാണ് രാജു. ചിലപ്പം രാജിക്കുട്ട എന്ന് സ്നേഹത്തോടെ വിളിക്കും. പരസ്പരം ഒന്ന് സ്നേഹിക്കാൻ പോലും ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. അച്ഛനും അങ്ങനെയാണ്. അച്ഛനെക്കുറിച്ച് ഞാൻ ഈ ഇനിയും കൊതിയോടെ കാത്തിരിക്കാം എന്ന് പറയുന്ന കവിത, വൃശ്ചികക്കാറ്റ് പോലെ എന്നെ തലോടിയാൽ പിച്ചക പൂവായി ഉണരാം, ഞാനൊരു കൊച്ചരിപ്രാവായി പറക്കാം. പക്ഷെ ഒന്ന് തലോടിയാൽ മതി, ഞാൻ പക്ഷേ 10-70 സിനിമയിൽ പാട്ട് എഴുതിയിട്ടും അച്ഛൻ എന്നോട് നല്ല പാട്ടാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഈ പാട്ടുകളൊക്കെ എഴുതി എൻ്റെ മകനാണെന്നൊക്കെ രഹസ്യമായി വേറെ ആരോട് പറഞ്ഞാലും എന്നെ കെട്ടിപ്പിടിക്കുന്നില്ല. അഗ്നിപർവ്വതങ്ങൾ പോലെ ഏറെ നീറിയും അഴലുപേറി ആധിയേറി മിഴികളൂറിയും ഞങ്ങൾ രണ്ടും ഒരു തണൽ തണുപ്പിൽ ഒന്നുപോൽ വിങ്ങിടുന്ന നെഞ്ചുമായി കഴിഞ്ഞു ഏറെ നാൾ, ഞാനും എൻ്റെ അച്ഛനും. അപ്പോൾ ഇങ്ങനെ അഗ്നിപർവ്വതങ്ങൾ പോലെ നീറി ഒരു മുറിക്കുകൾ കഴിയുകയാണ് ഞങ്ങൾ, അനിയൻ കൂടി പോയപ്പോൾ. അപ്പോൾ വൃശ്ചിക തണുപ്പുറഞ്ഞ കാറ്റ് വീശവേ അച്ഛനാണെന്ന ബോധം ആർന്നിരുന്നു ഞാൻ എന്ന് എഴുതിയിട്ടുണ്ട്. ഈ കാറ്റും മഴയും ഒക്കെ അച്ഛനാണ്. പക്ഷെ ഇതൊന്നും അച്ഛനാണെന്ന് അച്ഛനും പറയുന്നില്ല, ഞാൻ അങ്ങോട്ടും പറയുന്നില്ല. അപ്പോൾ മരിക്കാൻ കിടക്കുകയാണ് അച്ഛൻ. ഒരു 7 മണിക്കൂറിന് ശേഷം അച്ഛൻ പിന്നെ മരണത്തിലേക്കാണെന്ന് അറിയാതെ ഞാൻ അടുത്തിരിക്കുകയാണ്. രക്തം മാറ്റി വെച്ചിട്ട് ഇത് സക്സസ് ആകാതെ അച്ഛൻ ഇങ്ങനെ കിടക്കുകയാണ്. ഇനി രക്തം കയറ്റണ്ടടാ, ഒന്ന് ഡോക്ടറോട് പറയണം എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ എൻ്റെ സുഹൃത്താണ്. ഞാൻ പറഞ്ഞു വേണ്ട, അച്ഛന് വേദനിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അച്ഛൻ്റെ ആദ്യമായിട്ട് കണ്ണ് നിറഞ്ഞ് ഇങ്ങനെ താഴോട്ട് ഒഴുകുന്നത് ഞാൻ ആ സമയത്താണ് കണ്ടത്. അപ്പോൾ അച്ഛൻ അടുത്തിരിക്കുന്ന ആളോട് പറയുന്നു, ഇതാണ് രാജീവ് ആലങ്കൽ, എൻ്റെ മകനാണ്. ഇവനാണ് മല്ലു സിംഗിലും റോമൻസിലും പാട്ട് എഴുതിയത്. ഇവനാണ് എന്നെക്കുറിച്ച് സിനിമയിൽ പാട്ട് എഴുതിയിട്ടുണ്ട്. അതാണ് ഇനിയും കൊതിയോടെ കാത്തിരിക്കുക. യേശുദാസാണ് പാടിയത്. ഇതൊക്കെ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ 2 ഉമ്മ കൂടുതൽ കൊടുക്കാമായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഉള്ളിലിങ്ങനെ വച്ചിട്ട് നമ്മളെ വല്ലാതെ സ്നേഹിക്കുന്ന ഒരാൾ, നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരാളാണ് എൻ്റെ അച്ഛൻ. എൻ്റെ അച്ഛൻ ആ നാട്ടിലെ ഒരു വിഷഗ്വരനായിരുന്നു. ഈ MBBS ഒക്കെ വരുന്നതിന് മുമ്പ് കമ്പൗണ്ടർമാരുണ്ട് നാട്ടിലെ. എൻ്റെ ഗ്രാമത്തിലെ MBBS ഡോക്ടറില്ല. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെ ജനപ്രളയമാണ് രാവിലെ തൊട്ട് വൈകിട്ട് വരെ. അച്ഛൻ മരിക്കുമ്പോഴത്തേക്ക് പിന്നെ ഡ്രസ്സിങ്, അതുപോലെ ഇഞ്ചക്ഷൻ എല്ലാം കഴിഞ്ഞാലും 110 രൂപ ഒക്കെയാണ് മാക്സിമം. ഇത് തന്നെയാണ് അപ്പോഴത്തെ പിന്നെ ഏറ്റവും വലിയ ഹോസ്പിറ്റലിലും കൊടുക്കുന്നത് ഈ ഗുളിക തന്നെയാണല്ലോ, അല്ലാതെ നാട്ടുവൈദ്യമല്ല ഇത്. പഴയ കമ്പൗണ്ടർമാരുടെ ഒരു കാലമുണ്ട്. പക്ഷേ ഈ പിന്നെ ഗുളിക എല്ലാം കൂടെ 110. അപ്പോൾ 3 തലമുറ അച്ഛനെ കണ്ടിട്ടുണ്ട്. ആദ്യത്തെ തലമുറ 3 രൂപ 1.5 രൂപ വലിയ ദൈവത്തെ പോലെ കണ്ട് കാല് തൊട്ട് എഴുതും. രണ്ടാമത്തെ തലമുറയും അവരുടെ അച്ഛൻ ആശ്രയിച്ച ഒരു വിഷഗ്വരൻ എന്ന രീതിയിൽ കാല് തൊട്ട് എഴുത് വലിയ വലിയ സ്നേഹത്തോടെ ദൈവീകമായ അച്ഛനെ കണ്ടിട്ടുണ്ട്. 3-ാമത്തെ തലമുറ MBBS ഒക്കെ പാസ്സായി ഒരുപാട് പേര് ഒരു ഗ്രാമത്തിൽ നിറഞ്ഞതിന് ശേഷം അച്ഛനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവർ ഓട്ടോയിലും കാറിലൊക്കെ അച്ഛനെ കാണാൻ വരും, മരുന്നും എല്ലാം മേടിക്കും. അച്ഛൻ പറയും എത്ര രൂപ, ഇച്ചിരി ഇപ്പോൾ പൈസ കൂടുതലാണ്, 140 ആയി എന്ന് പറയും. അപ്പോൾ ഈ വന്നയാളുടെ ഓട്ടോ ചാർജ് 300 ആണ്. അപ്പോൾ അയാൾ തിരിച്ചു ചോദിക്കും ഇത് മാറുമല്ലോ അല്ലേ, ആ തലമുറയുടെ മാറ്റമാണ്. അപ്പോൾ അങ്ങനെ നിഷ്കളങ്കമായി ജീവിച്ച ഒരു അച്ഛൻ്റെ മകനാണ് ഞാൻ. അതിൻ്റെ ഒരു പുണ്യം എന്നെ വല്ലാതെ നിലനിർത്തുന്നുണ്ട്. അമ്മ കൂടെ ഇല്ലായിരുന്നു കേട്ടോ, അമ്മ എൻ്റെ കൂടെ ഇല്ലായിരുന്നു. അമ്മ ഒരു 45 വർഷമായി ഞാൻ അമ്മയെ കണ്ടിട്ടില്ല. അമ്മ വളരെ സുഖമായി പിന്നീടുണ്ടായ ദാമ്പത്യത്തിലെ കുട്ടികളോടൊപ്പം കഴിയുകയാണ്. ആ കുട്ടികളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ സമ്മാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടില്ല അവർ പിന്നീടത് പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു 4-5 വർഷം മുമ്പ് അവർ 5-6 പ്രാവശ്യം നിരന്തരം വിളിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് ആത്മബന്ധം തോന്നുന്നില്ല. ഇന്നലകളിൽ അവരുടെ സ്നേഹസ്പർശമില്ലാത്തത് കൊണ്ട്, എനിക്ക് അവരുടെ അടുത്തിരിപ്പില്ലാത്തത് കൊണ്ട് കടുപ്പമില്ല, അല്ലാതെ വേറൊരു പ്രശ്നവുമില്ല. നമ്മൾ തമ്മിൽ കഴിഞ്ഞ 10 വർഷം മുമ്പാണ് താങ്കൾക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഞാൻ താങ്കളെ ഓർക്കുപോലുമില്ല. ഇന്ന് വൈകിട്ട് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ താങ്കൾക്കറിയും, അല്ലെങ്കിൽ താങ്കൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ കറിയും. ഈ അടുത്തിരിപ്പില്ലാതെ, ഓർമ്മകളില്ലാതെ നമുക്ക് രക്തബന്ധത്തിൻ്റെ കണക്ക് പറഞ്ഞ് സ്നേഹിക്കാനാവില്ല. വർക്കിലേക്ക് നമ്മൾ തിരിച്ചു വന്നാൽ റഹ്മാൻ സാറിൻ്റെ കൂടെ ഇരിക്കാൻ കാരണമായത് തന്നെ ചിത്ര ചേച്ചിയാണ്. അപ്പോൾ ചിത്ര ചേച്ചിക്ക് അങ്ങനെ ഒരു സപ്പോർട്ട് ചെയ്യാൻ തോന്നി എന്നുള്ളത് ഒരു ഭാഗ്യമാണ്. അന്ന് അവിടെ പോകുമ്പോൾ മനസ്സിൽ തോന്നിയ ഹർഷം എത്രത്തോളമായിരുന്നു? അത് ഇന്നും ഓർക്കുമ്പോൾ അങ്ങനെ തന്നെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടോ? തീർച്ചയായിട്ടും. പിന്നെ A. റഹ്മാൻ എന്ന് പറയുന്ന വലിയൊരു മ്യൂസിക് ഡയറക്ടർ നമ്മളെ വിളിക്കുകയും പാട്ടിൻ്റെ ഭാഗമാക്കുകയും ചെയ്യുന്ന ഇപ്പോഴും സാധ്യമല്ലാത്ത കാര്യമാണ്. അദ്ദേഹം മലയാളത്തിൽ പാട്ട് ഉണ്ടാക്കുന്നില്ല, അതുകൊണ്ട് തന്നെ. പക്ഷേ ഞാൻ നേരത്തെയും ഒരുപാട് പറഞ്ഞിട്ടുള്ളതാണത്. ചേർത്തലയിലെ പബ്ലിക് ലൈബ്രറിയിൽ
ഒരു ബുക്ക് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കോൾ വരികയാണ്. അപ്പോഴാണ് അത് എ ആർ റഹ്മാൻ്റെ ഓഫീസിൽ നിന്നാണ് അറിയുന്നത്. അപ്പോൾ എന്നെ ആരോ വിളിച്ച് കളിയാക്കിയതാണ്. എനിക്കങ്ങനെ കളിയാക്കാൻ പറ്റിയ സുഹൃത്തുക്കളൊന്നും ഇല്ല കേട്ടോ. കളിയാന്നൊക്കെ വിളിക്കാൻ പറ്റിയ സുഹൃത്തുക്കളൊന്നുമില്ല. ഈ മദ്യപാനത്തിൻ്റെയോ അല്ലെങ്കിൽ ഊഷ്മളമായ ബന്ധത്തിൻ്റെയോ ഒന്നും ഒരു ആളല്ലാത്തതുകൊണ്ടാവണം. അതുകൊണ്ട് കളിയാക്കാനൊന്നും സാധ്യതയില്ലെന്ന് പറഞ്ഞു. പക്ഷേ ജോണി സാഗരിയെ വിളിച്ചപ്പോൾ പറഞ്ഞു റഹ്മാൻ്റെ ഓഫീസിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ഒരു ചെന്നൈയിലേക്കൊരു വിമാനയാത്ര നടത്തി. അത് 2004 വർഷം ഒരുപാടായി. റഹ്മാൻ്റെ മുമ്പിൽ ചെല്ലുന്നു. അപ്പം തന്നെ ഞാൻ ശ്രീ രാഹുൽ രാജിനെ വിളിച്ചു പറഞ്ഞു എൻ്റെ റഹ്മാൻ്റെ അടുത്തേക്കാണ്. ആ പുള്ളി വിശ്വസിച്ചില്ല. അപ്പോൾ പുള്ളിയെ കാണിക്കാൻ വേണ്ടി ഒരു ഫോട്ടോ എടുക്കണമല്ലോ, പാട്ട് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, ഒരു ഫോട്ടോ എടുത്തുകളയാന്ന് പറഞ്ഞിട്ട് താഴെ നിന്ന് ഒരു ക്യാമറാമാനെയൊക്കെ ഒപ്പിച്ച് ഒന്ന് ആലോചിച്ച് നോക്കണം. ഒരു വലിയ ആളെ കാണാൻ പോകണം, ക്യാമറാമാനെയും. അവിടെ ചെന്നിട്ട് എനിക്ക് തന്നെ പെർമിഷൻ പാടാണ്, ഈ ക്യാമറാമാനെയും കൊണ്ടുപോവാണ്. കാര്യം അന്നൊന്നും നമ്മുടെ മൊബൈൽ ഫോണിലൊന്നും ക്യാമറ ഇല്ലാത്ത അങ്ങനെ സജീവമാകാത്ത കാലമാണ്. അവിടെ ചെന്ന് രാജീവ് ആലങ്കലാണെന്ന് പരിചയപ്പെട്ടിട്ട് ഫോട്ടോ എടുക്കൽ തുടങ്ങി. റഹ്മാൻ എല്ലാത്തിനും സഹകരിച്ചു. കുറേ കഴിഞ്ഞാണ് ഞാൻ എന്തിനാണ് വന്നതെന്ന് ചോദിച്ചു. അതിനു മുമ്പേ ഫോട്ടോ ഒക്കെ ഒരുപാട് എടുത്തിട്ടാണ് രാജീവ് ആലങ്കലാണ്. അപ്പോൾ ശരി, ഓക്കെ, പോയി. അയാൾ ഫോട്ടോ പിന്നെ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഫോട്ടോ എല്ലാം എനിക്ക് ഫോട്ടോ എടുക്കൽ വലിയൊരു ആഗ്രഹമാണ്. പണ്ട് ദക്ഷിണാമൂർത്തി സ്വാമിയായിട്ടും അർജുനൻ മാഷുമായിട്ടും വൈപ്പിൻ സുരേന്ദ്രനുമായിട്ടും ഒക്കെ ഫോട്ടോ എടുത്തു കഴിഞ്ഞിട്ടാണ് വർക്ക് തുടങ്ങുന്നത്. കാര്യം ഇതൊരു അടയാളപ്പെടണം, പിൽക്കാലത്ത് ഇത് ചൂണ്ടിക്കാണിക്കാൻ ഉണ്ടാവണം എന്നുള്ളൊരു ബോധം ഇപ്പോഴും ഉള്ളതുകൊണ്ട് ഫോട്ടോ എടുത്ത് സൂക്ഷിച്ചു വയ്ക്കും. എൻ്റെ മോനാണ് ഇപ്പോഴത്തെ എൻ്റെ ശേഖരം, ഫോട്ടോഗ്രാഫറും അത് സൂക്ഷിച്ചു വയ്ക്കലും ഒക്കെ അവൻ്റെ ഒരു ഡോക്യുമെന്റേഷൻ പ്രോസസ്സ് നടക്കുന്നത്. അതാണ്. അപ്പോൾ എന്നെ എങ്ങനെയാണ് വിളിച്ചതെന്ന് നോയൽ സാറിനോട് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ON സാറിനെയാണ് വിളിക്കേണ്ടത്. ON സാറിനെ വിളിക്കാൻ ഇരുന്നാണ്. പിന്നെ വൈരമുത്തു സാറും ഗുൽസാർ സാറും ഒക്കെ ഇപ്പോൾ വരും. താജ്മഹൽ ലോക മഹാത്ഭുതങ്ങളുടെ പട്ടികയിൽ നിന്നും ഇപ്പോൾ പോകാൻ പോവാണ്. വേറെ എന്തൊക്കെയോ പെടുത്താൻ പോകുന്നുണ്ട്. അപ്പോൾ ഇത് ലോക മഹാത്ഭുതങ്ങളിൽ എല്ലാ കാലത്തും ഉണ്ടാവണം, അതിനുള്ളൊരു മ്യൂസിക്കൽ മൂവ്മെൻ്റാണിത് എന്ന് പറയുക. അപ്പോൾ നമുക്ക് തുടങ്ങാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവരുടെ മുമ്പ് വെച്ച് തന്നെ ആ പാട്ടിൻ്റെ ഭാഗമായി. റഹ്മാൻ എന്നെ അത്ഭുതപ്പെടുത്തുക ആ വിനയം കൊണ്ടാണ്. അത്ര ഒരു സുഹൃത്തിനെ പോലെ, ജന്മാന്തര ബന്ധമുള്ള ഒരു കൂടപ്പിറപ്പിനെ പോലെയൊക്കെ നമ്മളോട് ഇടപെടുകയാണ്. തിരിച്ചു പോകുമ്പോൾ ഈ സംഗീതത്തെക്കാൾ കൂടുതൽ ഈ വിരഹം എന്നെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചു. അത്രയേറെ ഇപ്പം ഈയിടെ ഞാൻ ശ്രീ അനിരുദ്ധനെ കണ്ടു. വേറൊരു അദ്ദേഹം ഇതുപോലെ വളരെ സിമ്പിളാണ്. രാജേഷ് സാറിനെ ഞാൻ കഴിഞ്ഞ മാസം കാണാൻ പോയി. രാജേഷ് സാറ് ചെന്നപ്പോൾ തന്നെ മനസ്സിലായി കാണാൻ ഒരാൾ ആഗ്രഹിച്ച് വരികയാണ്. അയാളെ നിരാശപ്പെടുത്തരുതെന്ന് അപ്പം തന്നെ ഒരാൾക്ക് തോന്നുകയാണ്. ഈ ആർദ്രതയാണ് കലാകാരൻ്റെ ഏറ്റവും വലിയ ലക്ഷണം. എനിക്കൊരിടമുള്ളതുപോലെ നിനക്കും ഒരിടമുണ്ടെന്ന് ഞാൻ സമ്മതിച്ചു തരുന്നതിൻ്റെ പേരാണല്ലോ ആർദ്രത. അപ്പോൾ എന്തോ ഒരു ചെറിയ ഇടമുള്ളയാൾ നമ്മളെ തേടി വരികയാണ്. അയാളെ നിരാശപ്പെടുത്തരുത്. ഇത് പലർക്കും നമ്മുടെ നാട്ടിൽ ഇല്ലാത്തതാണ്. രാജീവേട്ടൻ ഒരു കവിയും കൂടെയാണ് ഒരർത്ഥത്തിൽ. ഈ കാലഘട്ടത്തിൽ പാട്ടെഴുത്തുകാർക്കൊന്നും കവിത്വം ഇല്ല എന്ന് പറയുന്ന ഒരു ഡിസ്കഷൻ നടക്കുമ്പോൾ ഈ ഡിസ്കഷൻ്റെ ഭാഗമായിട്ട് പലതരത്തിലുള്ള വിമർശനങ്ങളും വരുന്നുണ്ട്. കാലത്തിനനുസരിച്ച് പാട്ടുകൾ മാറേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഹേ ബനാനെ ഒരു പൂ തരാമോ എന്ന് എഴുതേണ്ടി വരുന്നത്. പക്ഷേ രാജീവേട്ടൻ്റെ കാലഘട്ടത്തിലും വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. ആദ്യത്തെ ഈ ആരി ഇറങ്ങുന്ന സമയത്തൊക്കെ വിമർശിച്ചിരുന്നു. ഈ ഒരു സിനാരിയോയിൽ പാട്ട് എന്ന് പറയുന്നത് ഒരു അപ്ലൈഡ് ആർട്ടാണെന്ന് ശിവചേട്ടനൊക്കെ ഇടയ്ക്കൊക്കെ പറയാറുണ്ട്. ഇത് വലിയ കവിത്വമൊന്നും വേണ്ട ഒരു പരിപാടിയല്ല, പ്രോസസ്സല്ല. പക്ഷെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ചേർന്ന് നിന്നിട്ട് ചെയ്യുന്നൊരു ജോലിയാണ്. രാജീവേട്ടന് ശരിക്കും ഇതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നമ്മൾ ഈ സിനിമ എപ്പോഴും ഒരു അപ്ലൈഡ് ആർട്ടാണ്. ഹിപ്പികളുടെ ലോകം, ലഹരിക്കുപ്പികളുടെ ലോകം എന്ന് വയലാർ എഴുതിയിട്ടുണ്ട്. കാലം നീട്ടി മലന്ന് കിടന്നാൽ അതിൻ്റെ സുഖമൊന്ന് വേറെ എന്നും വയലാർ എഴുതിയിട്ടുണ്ട്. അതെല്ലാം സിറ്റുവേഷനിലാണ്. നമുക്ക് ഗിരീഷേട്ടൻ പറയുന്നത് പോലെ വിഡ്ഢിക്ക് വേണ്ടിയും വേദാന്തിക്ക് വേണ്ടിയും തവളപിടുത്തക്കാരന് വേണ്ടിയും പാട്ട് എഴുതേണ്ടി വരും. 3 പേർക്ക് 3 ഭാഷയല്ലല്ലോ എന്ന് പറയാറുണ്ട്. പിന്നെ ഭാഗ്യത്തിനൊരു ദുഷ്യന്തിനൊക്കെ നമ്മുടെ മുമ്പിൽ വരും. അപ്പോൾ നമ്മൾ പ്രിയതമേ ശകുന്തളയും പ്രമദമാനസ സരസിൽ നീന്തും പ്രണയഹംസമല്ലേ നീ എന്നൊക്കെ എഴുതേണ്ടി വരും. ഇത് കോളേജിൽ വല്ലാതെ അലമ്പി നടക്കുന്നവന് വേണ്ടി 4000 സോറിയും പറയേണ്ടി വരും. അപ്പോൾ ഇതൊരു പിന്നെ പരകായ പ്രവേശനമാണെന്ന് യൂസഫ് അലി സാർ പറഞ്ഞതുപോലെ നമ്മൾ ആരുടെ മാനസിക തലത്തിൽ നിന്നാണ് ഇത് എഴുതേണ്ടത് അതിനനുസരിച്ച് എഴുതുക എന്നുള്ളതാണ്. ഇപ്പോൾ എഴുതുന്ന പുതിയ ഗാനരചയിതാക്കളൊക്കെ മോശക്കാരൊന്നുമല്ല, വളരെ പ്രഗത്ഭരാണ്. പക്ഷേ പ്രകൃതിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഡീപ്പായ വാക്കുകളൊന്നും വേണ്ട എന്ന് തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു ഞാറ്റുവേല പെണ്ണെന്ന് ഇനി എഴുതാനൊക്കില്ല. ഡബിൾ എം എ പാസ്സായവന് പോലും ഞാറ്റുവേല എന്താണെന്ന് അറിയില്ല. ഈ മകയിരം ഞാറ്റുവേല ഉണ്ടോന്ന് പോലും അറിയില്ല. ഒരുപാട് ഞാറ്റുവേലകളുണ്ട്. അതിന് മകയിരം ഞാറ്റുവേലയുടെ പ്രത്യേകത അറിയാൻ പാടില്ല ഒരു മലയാളം പ്രൊഫസർക്ക് പോലും.
അപ്പോൾ അങ്ങനെയുള്ളൊരു കാലമാണ്. ഇനി ഒരിക്കലും ഒരു കൃഷിപ്പാട്ടുണ്ടാവില്ല. കാര്യം കൊയ്ത്തില്ല, മെതിയില്ലാത്ത കാലമാണ്. മെതി യന്ത്രമാണ്. ഇനി എന്തെഴുതും? അപ്പോൾ നമ്മുടെ സ്ഥിരമുള്ള കാര്യങ്ങളൊക്കെ മാറി പുതിയ കൽപ്പനകൾ ഉണ്ടാവേണ്ട ഒരു കാലഘട്ടത്തിൽ ആ കൽപ്പനകളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ പഴയ കാലത്തെക്കുറിച്ച് പറഞ്ഞ് അതിനെ താരതമ്യപ്പെടുത്തി പുതിയ പാട്ടുകളെ അളക്കുന്നത് ശരിയല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. പുതിയ മഹാപ്രതിഭകൾ തന്നെയാണ് പുതിയ എഴുത്തുകാരും. അവർക്ക് കിട്ടിയ അവസരങ്ങൾ പ്രകൃതിയുമായും ജീവിതവുമായും ഒരുപാട് അടുത്ത ബന്ധമില്ലാത്തതാണ് എന്നുള്ളതുകൊണ്ട് അവരുടെ പാട്ടുകളിലെ പ്രയോഗങ്ങളെ, പുതുമകളെ കാണാതെ പോകരുത്. പുതിയ എനിക്ക് ശേഷം വന്നവരെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതിനു മുമ്പുള്ളവരെ ഞാൻ അന്ധമായി ആരാധിക്കുന്നുണ്ട്. അതിന് ശേഷമുള്ളവരെ ഞാൻ സ്നേഹത്തോടെ നിരീക്ഷിച്ച് ബഹുമാനിക്കുന്നുണ്ട്. അവരുടെ പ്രയോഗങ്ങളൊക്കെ വല്ലാതെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. അത് ഒരുപക്ഷെ പാലൂര് പറഞ്ഞതുപോലെ പുതുമ എന്നാൽ മാറ്റി പറയലാം എന്നുള്ളതുകൊണ്ട് ഈ പഴയ ആകാശവും ഭൂമിയും നിലാവും മാത്രമേ ഉള്ളൂ നമ്മുടെ കയ്യിൽ. പക്ഷെ നിലാവിനോട് മയങ്ങരുതെന്ന് എനിക്കാണ് പറയാൻ ഭാഗ്യം ഉണ്ടായത്. കാര്യം നിലാവ് എൻ്റെ കുടുംബസ്വത്തല്ല. അതിനോട് മയങ്ങരുതെന്ന് പലർക്കും പറയാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പറയിപ്പിച്ചില്ല ആരും. കാലം പറയിപ്പിച്ചില്ല. ഈ കളിവീട് ഉറങ്ങിപ്പോയി എന്ന് കൈതപ്രത്തെ കൊണ്ട് തന്നെയാണ് കാലം പറയിപ്പിച്ചത്. അപ്പോൾ ചില കാര്യങ്ങൾ ചിലരെ പറയാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും സിനിമാ പാട്ട് ഒരു വല്ലാത്ത കലയാണ്. അത് സാധാരണക്കാരൻ്റെ കവിതയാണ്. മഹാകവികളുടെ കവിത വായിച്ച് അല്ല ആരും പ്രണയവും വിരഹവും വേവലാതിയും പ്രതീക്ഷകളും ഒക്കെ പങ്കുവച്ചത്. അത് ഈ പാട്ടാണ്. ഇത് പൊതുപാട്ടാണ് അല്ലേ? ബ്രാഹ്മണി പാട്ട്, വേലൻ പാട്ട്, പറയൻ പാട്ട്, പുലയൻ പാട്ട്, ഇങ്ങനെ പലർക്കും പല പാട്ടുകൾ ഉണ്ടായതിൽ നിന്ന് നമ്മുടെ പാട്ടെന്ന് പറയാൻ പറ്റിയൊരു പാട്ടുണ്ടായതാണ് ഈ സിനിമാ പാട്ട് അല്ലേ? ശരിയല്ലേ? എല്ലാവരുടെയും പാട്ടാണിത്. അപ്പോൾ ആ പാട്ടിൽ, ഈ പാട്ടിലാണ് ഈ 4000 സോറിക്ക് പ്രസക്തി ഉണ്ടാകുന്നത്. ഇതിനേക്കാൾ വലിയൊരു പദപ്രയോഗം ഒരു വലിയ കവിതയിൽ വരികയും അത് മലയാളത്തിലെ ഏറ്റവും വലിയ മുഖ്യധാരാ മാധ്യമത്തിൽ പ്രസിദ്ധീകരിച്ചാലും നമ്മുടെ മുറിക്കകത്ത് കൂടെ കിടന്നുറങ്ങുന്ന ആൾ പോലും അറിയുന്നില്ല. അപ്പോൾ ഇത് വലിയൊരു അനുഭൂതിയാണ്, വലിയൊരു സാധ്യതയാണ്. ചെറിയൊരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ അടയാളപ്പെടുന്നുണ്ടല്ലോ. അടയാളപ്പെടുക എന്നൊരു ഭാഗ്യമാണ്. ഈ പുതിയൊരു കവിത ഇത് ആരാണ് എഴുതിയതെന്ന് ഞാൻ ഓർക്കുന്നില്ല. ഞാനത് പെട്ടെന്ന് വായിച്ച് മറന്നുപോയതാണ്. അപ്പൂപ്പൻ താടിയുടെ ജീവിതത്തെക്കുറിച്ചാണ്. അതിന് ദേശാന്തരങ്ങളില്ല എന്നാണ്. എവിടെ അടുത്ത സ്ഥലത്ത് പോലും ഇത് പറന്നു പോവില്ല. പക്ഷെ താഴെ ഇത് പോവും, താഴെ വീഴും. വീഴുന്നിടത്തൊരു ഒരു വൃക്ഷമുണ്ടായേക്കാം. കാര്യം അതിൻ്റെ നെഞ്ചിലൊരു വിത്തുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു എളിയ വിത്തും കൊണ്ട് യാത്ര ചെയ്യുകയാണ്. വീഴുന്നിടത്ത് ഒരു വിത്ത്. ഇപ്പോൾ സാമവേദം 23 വർഷം മുമ്പ് എഴുതിയതാണ്. ഇപ്പോഴും സാമവേദം നാവിലുണർത്തിയ സ്വാമിയെ എന്ന് ചോദിക്കുമ്പോൾ അറിയാമല്ലോ. ഇഷ്ടമാണെന്ന് ആദ്യം ചൊല്ലിയതാരാണ്, അറിയില്ല ഞാനോ നീയോ. അത് ആൽബം സോങ്ങിന്റെ തുടക്കമാണ്. അതെ, ശരിക്കും. അപ്പോൾ നമ്മൾ ഒരു ചെറിയ വിത്താണിത്. മഹത്തായ കവിതയാണെന്നോ മഹത്തായ കാര്യങ്ങൾ ഞാൻ ചെയ്തു എന്നോ എനിക്കിതുവരെ ബോധ്യമായിട്ടൊന്നുമില്ല. പക്ഷെ എൻ്റെ ചെറിയ വിത്ത് വീണ് മുളച്ചിട്ടുണ്ട്. ഈ 24ാമത് അന്ന് ജനിക്കാത്തൊരു കുഞ്ഞ് അല്ലേ, യുവാവായതിന് ശേഷം എൻ പ്രേമത്തിന് കോപം കാണുമെന്ന് പറയുന്നുണ്ടല്ലോ. ഏതോ പ്രിയ രാഗം മൂളി എന്ന് പറയുന്നുണ്ടല്ലോ. തിങ്കൾ നിലാവിൽ മഞ്ഞൾ നിലാവിൽ എന്ന് പറയുന്നുണ്ടല്ലോ. മുന്തിരിവാവേ എന്തിനീ പിണക്കം എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ അതൊരു എൻ്റെ ഒരു ചെറിയ വിത്ത് വീണ് മുളച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ തീർന്നാലും, അത് എൻ്റെ ഒരു കവിതയുണ്ട്. പറന്നുയരും മുമ്പ് ഞാൻ വെറും ഒരു പുഴുവായിരുന്നു. എൻ്റെ കിനാക്കൾ പോലെ വരണ്ടുണങ്ങിയ വള്ളിക്കാട്ടിൽ ഞാൻ തളരും വരെ കരഞ്ഞിരുന്നു. വസന്തം എനിക്ക് ചിറക് തന്നു. തൊട്ടാവാടികളോട് യാത്ര പറഞ്ഞ് ഞാൻ ആകാശത്തിൻ്റെ ഹൃദയം തൊടാൻ പറന്നുകൊണ്ടിരിക്കുന്നു. എനിക്കറിയാം ഈ പറക്കലൊരു പകൽ കൂടിയേ ഉള്ളൂ എന്ന്. പക്ഷെ താഴെ വീണുണങ്ങിപ്പോകുന്നതിന് മുമ്പ് പ്രപഞ്ചത്തിൻ്റെ പീലിത്താളിൽ ഞാൻ എൻ്റെ പേരടയാളപ്പെടുത്തും. അതിനുവേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്. എൻ്റെ ജീവിതവും അങ്ങയുടെ ജീവിതവും ഒക്കെ ഇതിനു വേണ്ടിയാണ്. മരിച്ചു പോയതിന് ശേഷം ഒരാളെങ്കിലും കരയണം, ഒരാളെങ്കിലും വിങ്ങണം, ഒരാളെങ്കിലും ഓർക്കണം. അതിനുവേണ്ടി എളിയ രീതിയിൽ നമ്മൾ ജീവിക്കുകയാണ്. ഈ എളിയ ജീവിതം മഹത്തരമാകുന്നത് പിന്നെ കാലമാണ് അടയാളപ്പെടുത്തുന്നത്. നമ്മളിപ്പോൾ എന്ത് ചെയ്തു എന്ന് നമ്മളിവിടെ നിന്ന് ഒച്ചെടുത്തിട്ട് ഒരു കാര്യമില്ല. സിനിമ, ആൽബം, നാടകം എല്ലാം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ 4000 പാട്ട് കടന്നു എന്നൊക്കെ പറയുന്നത് വല്ലാത്ത ഒരു സംഭവമാണ്. ഇത് കുത്തിയിരുന്ന് എഴുതിയോ എന്ന് ചോദിക്കേണ്ടി വരും. ഇല്ലേ, 30 വർഷം. വർഷങ്ങൾ 30 വർഷമായി. എനിക്കിപ്പോൾ 50 ആകുന്നു. പക്ഷേ ഈ 30 വർഷങ്ങൾക്കിടയ്ക്ക് സംഭവിച്ചതാണ്. ചെറുപ്പത്തിൽ എഴുതി തുടങ്ങാൻ പറ്റി. അതെ, ചെറുപ്പത്തിൽ എഴുതി തുടങ്ങാൻ പറ്റിയെന്നല്ല, ഓരോ നിമിഷങ്ങളും നമുക്ക് അവസരങ്ങൾ തേടിയെത്തി. ഈ നിമിഷവും ഒരു 2-3 പാട്ട് എഴുതിയിട്ട് ഇരിക്കുകയാണ് പൈസ മേടിച്ചിട്ട്. ഇതൊരു വലിയ ഭാഗ്യമാണ്. ഏകദേശം 250ഓളം പ്രൊഫഷണൽ നാടകങ്ങളുണ്ട്. KPSC ഒഴിച്ച് എല്ലാ പ്രൊഫഷണൽ നാടകത്തിലും എഴുതിയിട്ടുണ്ട്. കാളിദാസ കലാകേന്ദ്രത്തിന് വരെ.
കാളിദാസ കലാകേന്ദ്രത്തിൽ ON സാർ ആസ്ഥാന പാട്ടെഴുത്തുകാരനാണ്. പക്ഷെ അദ്ദേഹം ജീവിച്ചിരുന്നപ്പോഴേ എന്നെ വിളിച്ചിട്ടുണ്ട് പാട്ടെഴുതാൻ. കേരളത്തിലെ എല്ലാ സമിതികൾക്കും ശ്രീ ഫ്രാൻസിസ് ടി മാവേലിക്കരയാണ് അതിന് എന്നെ കൂടുതൽ സഹായിച്ചത്. അദ്ദേഹത്തിൻ്റെ എല്ലാ നാടകങ്ങളിലും എന്നെ സജീവമായി പങ്കെടുപ്പിച്ചു. പിന്നെ പുതിയ ഹേമന്തും രാജേഷ് ഇരളവും ഒക്കെ അങ്ങനെ എല്ലാവരും എന്നെ അംഗീകരിച്ചു. അതിനുശേഷം ഞാൻ ഓഡിയോ കാസറ്റ് രംഗത്ത് വന്നു 97. അപ്പോൾ അത് വേറൊരു രംഗമാണ്. മാഗ്ന സൗണ്ടും തരങ്കിണിയും ജോണി സാഗരികയും ഈസ്റ്റ് കോസ്റ്റും ഒക്കെ ഉൾപ്പെടെ സർഗവും ഒക്കെ ഉൾപ്പെടെയുള്ള ആ കാസറ്റ് രംഗത്തും എനിക്ക് സജീവമായി നിൽക്കാൻ കഴിഞ്ഞു. അവർ ഈ തരങ്കിണി ഉൾപ്പെടെയുള്ള രംഗത്തൊക്കെ പാട്ടെഴുതി. ഇപ്പോൾ പഴവങ്ങാടി ഗണേശനും അഷ്ടി പോലും അന്യമായ എൻ്റെ ശിഷ്ടജന്മം അങ്ങനെയുള്ള പിന്നെ ഓം ഗണനാഥം എന്ന ആൽബമൊക്കെ എനിക്ക് തരങ്കിണി എന്ന് കിട്ടിയതാണ്. അതേപോലെ തന്നെ MG ശ്രീകുമാറുമായിട്ട് ഒരുപാട് ഭക്തിഗാനം ചെയ്യാൻ പറ്റും. ഒരുപാട് ഭക്തിഗാനം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യം നാടകത്തിൽ MK അർജുനൻ, ഫ്രാൻസിസ് വലപ്പാട്, കുമരകൻ രായപ്പൻ, വൈപ്പിൻ സുരേന്ദ്രൻ, കലവൂർ ബാലൻ. കാസറ്റ് രംഗത്താണെങ്കിൽ ദക്ഷിണാമൂർത്തി സ്വാമി, അതുപോലെ തന്നെ MG രാധാകൃഷ്ണൻ, TS രാധാകൃഷ്ണൻ, പെരുമ്പാവൂർ G രവീന്ദ്രനാഥ്, ജയവിജയ. സിനിമയിലാണെങ്കിൽ സാക്ഷാൽ മോഹൻ സിത്താര, അതുപോലെ തന്നെ രവീന്ദ്രൻ മാഷുമായിട്ട് കാസറ്റിൽ ചെയ്തു. അതുപോലെ അതെ അഞ്ചലൊരാജനില് ദേവി നീയൻ ആദ്യാനുരാഗം, നെഞ്ചം പണ്ടേ മൂളുന്നൊരീണം എന്നൊരു പാട്ട്. അതുപോലെ ഔസപ്പൻ ചേട്ടനുമായിട്ട് ഹെയ്ലസ, വിദ്യാസാഗറുമായിട്ട് നാടോടി മന്നൻ. അതുപോലെ MG ശ്രീകുമാർ 12 സിനിമയിലാണ് സംഗീതം ചെയ്തിരിക്കുന്നത്. അതായത് 10 സിനിമയിലും എന്നെയാണ് അദ്ദേഹം നിർമ്മിച്ച സിനിമയിലും എന്നെ വിളിച്ചു. അത് ഭയങ്കര സംഭവം. അതെ അതെ, എന്നോട് വലിയ ഇഷ്ടമാണ്. എന്നെ വലിയ കാര്യം. ഞങ്ങളും ഇടയ്ക്കൊക്കെ ഇങ്ങനെ സൗന്ദര്യപ്പണക്കൊക്കെ ഉണ്ടാവും. പക്ഷെ സൗന്ദര്യപ്പണക്കം ആത്മബോധത്തിന്റെ ഫലമാണ്. അല്ലാതെ ഞാനിപ്പോൾ ബിൽ ക്ലിൻ്റനുമായി പിണങ്ങിയെന്ന് പറയാൻ നോക്കൂ. ഞങ്ങൾ കാണുന്നില്ലല്ലോ. പിണങ്ങുന്നത് അടുത്തിരിക്കുന്നവർ തമ്മിലാണ് അല്ലേ? അടുത്തിരിക്കുന്നവർ തമ്മിലാണ് എപ്പോഴും പിണങ്ങുന്നത്. അപ്പോഴേ ആത്മബന്ധം ഉണ്ടാവും. ആത്മബന്ധത്തിന് ഒരു വല്ലാത്തൊരു ഇതുണ്ടല്ലേ, നമ്മൾ അടുത്തിരിക്കുന്നതുകൊണ്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് MG ശ്രീകുമാർ എന്നെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട്, ഒരുപാട് പരിഗണിച്ചിട്ടുണ്ട്. അദ്ദേഹം തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്, ഗിരീഷ് പുത്തഞ്ചേരിക്ക് ശേഷം എനിക്ക് ആത്മബന്ധമുള്ള എഴുത്തുകാരനാണ്. അതൊക്കെ വലിയൊരു പുരസ്കാരമാണ്. അതുപോലെ തന്നെ രാജീവേട്ടനെ M കുമരൻ സാറിൻ്റെ ആകാശഗോപുരത്തിനകത്ത് വർക്ക് ചെയ്യാൻ പറ്റി. അതൊരു വേറൊരു ഡിഫറെന്റ് പടമാണ്. അതെ അതെ, അങ്ങനെ ഒരു വലിയ ഒരു ഇന്റർനാഷണൽ സിനിമയിൽ ആ സിനിമയിൽ ഇങ്ങനെ അദ്ദേഹത്തിന്റെ മകൻ പറഞ്ഞൊരു പാട്ടുണ്ട്, അതിന്റെ സംഗീത സംവിധായകൻ നാളെ രാവിലെ വരും എന്ന് പറഞ്ഞു. ഞാനോർത്തു നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും നല്ല സംഗീത സംവിധായകരായിരിക്കും, ജാസി ഗിഫ്റ്റിനെ കൊണ്ട് പാടിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരു കഷണ്ടി മൊത്തം മുടിയില്ലാത്തൊരാൾ അദ്ദേഹം മുമ്പിലിരിക്കുന്നത്. പേര് അന്ന് പറഞ്ഞപ്പോൾ ഇത്രയൊന്നും വലിയ ഉൾപ്ലവം തോന്നിയില്ല. ജോൺ ആൾട്ട്മാൻ. ശരി, ഇത് ടൈറ്റാനിക്കിന്റെ സംഗീത സംവിധായകനാണ്, പശ്ചാത്തല സംഗീതം ഒരുക്കിയ ആളാണ്. ഒന്നും അറിയില്ലായിരുന്നു. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, ഈ അറിവ് കുറവാണ് പക്ഷേ ആഗ്രഹം കൂടുതലായതുകൊണ്ട് അതിന് കുറച്ച് ഗുണങ്ങളും ഉണ്ടാവും. നമുക്ക് അന്ധമായ ആരാധന ഇല്ലാതെ പേടിയില്ലാതെ മുമ്പിൽ ഇരിക്കാൻ തോന്നി ആ സമയത്ത്. അതേപോലെ തന്നെയാണ് ഈ നാടകവും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ എന്ന് പറയുന്ന ഒരു വേറൊരു ഏരിയ ആണ്. ഒരു കാലത്തിനെ അടയാളപ്പെടുത്തുന്ന ഒരു അനുഭവമാണ്. ആ ഏരിയയിലൊക്കെ ഒത്തിരി വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് രാജീവേട്ടൻ. തീർച്ചയായിട്ടും. എനിക്ക് കഴിഞ്ഞ 30 വർഷക്കാലം നാടകത്തിൽ പാട്ടെഴുതി. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് സജീവമായ ആൾക്കാർ എൻ്റെ തലമുറയിലില്ല. അത് ഈ സിനിമയിലും നാടകത്തിലും ആൽബത്തിലും കൂടി ഇത്രയും പാട്ടുകൾ എഴുതിയ എൻ്റെ തലമുറയിൽ മറ്റൊരാളില്ല. ഇതൊരു വലിയ ഗമയായിട്ട് പറയുന്നതല്ല, അങ്ങനെ സജീവമായി ആരും സഞ്ചരിക്കുന്നില്ല. ഇപ്പോൾ സംഗീത നാടക അക്കാദമിയുടെ സമഗ്ര സംഭാവന പുരസ്കാരം എനിക്ക് ലഭിച്ചു. അപ്പോൾ എനിക്ക് തരാൻ നേരത്ത് വയസ്സന്ന് 37 കഴിഞ്ഞപ്പോൾ 37 വയസ്സിൽ ഇത് തരരുത് എന്ന് തീരുമാനം കമ്മിറ്റിക്കുണ്ടായി. അപ്പോൾ ശ്രീ സൂര്യകൃഷ്ണമൂർത്തി എന്ന ചെയർമാൻ അവരോട് പറഞ്ഞത്, അദ്ദേഹം എന്നോട് പിന്നീട് ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് എല്ലാവരും മിണ്ടാതിരുന്നതെന്ന് പറഞ്ഞു. ആ പറച്ചിൽ എന്നെ ആ രാത്രി ഞാൻ ഉറങ്ങാതെ കണ്ണ് നിറഞ്ഞത് താലോലിച്ചു ആ വാക്ക്. അയാൾ 10-25 വർഷമായി അന്ന് ഈ തരുമ്പോൾ ഈ രംഗത്ത് നിൽക്കുകയാണ്. അച്ഛനും അമ്മയും ഒക്കെ ആഗ്രഹിച്ച് കാണും ഡോക്ടറാകാനോ എഞ്ചിനീയറാകാനോ, പഠിപ്പിച്ചത് അങ്ങനെയൊക്കെ ആയിരിക്കും. അയാളും ചിലപ്പോൾ അത് സ്വപ്നം കണ്ടു കാണും. അയാൾ വഴിതെറ്റി വേറൊരു വഴിയിലൂടെ സഞ്ചരിച്ചു. അയാളുടെ തലമുറയിൽ ഇത്രയൊന്നും എഴുതിയ ആളില്ല. അയാൾക്ക് കൊടുത്തില്ലെങ്കിൽ പുറകെ ഇങ്ങനെയൊന്നും എഴുതാനും പാടാനൊന്നും ആരും ഉണ്ടാവില്ല. അയാൾക്ക് കൊടുക്കണം. കാര്യം ഇത്രയും നാടകത്തിലും സംഗീത നാടക അക്കാദമിയാണ്. അപ്പോൾ കാസറ്റും നാടകവും കൂടി ഇത്രയും സംഭാവന ചെയ്ത മറ്റൊരാളിൽ നമുക്ക് അയാൾക്ക് കൊടുത്തേ പറ്റൂ. അയാളുടെ പ്രായം പരിഗണിക്കരുത് എന്നിങ്ങനെ പറഞ്ഞു. അതെന്നെ വല്ലാത്ത ഈ 38 വയസ്സിന് മുമ്പ് എഴുതിയ പാട്ടുകൾ ഈ 84 വയസ്സിൽ ആഘോഷിക്കപ്പെടുന്നു എന്നുള്ളത് ശ്രീകുമാരൻ സാറിൻ്റെ
ജീവിതത്തിൻ്റെ എപ്പോഴും ഒരു കൗതുകമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഉം. പല പാട്ടുകളും വയലാറിൻ്റെ ആണെന്ന് പറഞ്ഞ് ഞാൻ ഒത്തിരി വട്ടം പഠിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ ഈ അദ്ദേഹം വളരെ മഹാഭാഗ്യവാനാണ് ആ കാര്യത്തിൽ. ഈ അരയക്കുടി രാമാനുജയ്യങ്കാർ എന്ന് പറയുന്ന ഒരു വലിയൊരു സംഗീതജ്ഞനുണ്ട്. ഉം. അപ്പോൾ അദ്ദേഹം പാടിക്കൊണ്ടിരുന്നപ്പോൾ ഇത് ശരിയല്ല എന്നില്ല ഒരാൾ പറഞ്ഞുകൊണ്ടിരുന്നു. കുറേ വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇദ്ദേഹം തന്നെ പറഞ്ഞു, ഒരു 3-4 വർഷമായി ഞാൻ ശ്രദ്ധിക്കുന്നു, നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അരയക്കുടി പറഞ്ഞ മറുപടി, 3-4 വർഷമായി ഞാനല്ല ശരിയായത്, താങ്കളാണ്. ഓ. അപ്പോൾ ഇനി കുറേയൊക്കെ ഈ ശരിയാകാൻ കുറേ ആൾക്കാർ കൂടെ ബാക്കിയുണ്ട്. അത് കഴിയുമ്പോൾ ഇതൊക്കെ എഴുതിയെല്ലാം അംഗീകരിക്കുന്നതാണ് പ്രതീക്ഷ. അതേപോലെ തന്നെ രാജീവേട്ട, ബിജു തിരുമല എന്ന ഈ ഗാനരചയിതാക്കളിൽ ശരിക്കും പറഞ്ഞ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, കവിയല്ലാത്തൊരു സിനിമയ്ക്ക് വേണ്ടി പാട്ട് എഴുതുന്ന ഒരു മനുഷ്യനാണ്. പക്ഷെ ആ മനുഷ്യൻ നമുക്ക് മുന്നിൽ കാണിച്ചു വെച്ചിരിക്കുന്ന ഒരു ഗംഭീര വർക്കുകളുണ്ട്. ബിജു തിരുമലയെ കുറിച്ച് ശരിക്കും രാജീവേട്ടൻ പറയുന്നത് കേൾക്കാൻ എനിക്ക് ആഗ്രഹമുള്ളതുകൊണ്ട് ചോദിക്കുക. ബിജു തിരുമല എങ്ങനെയാണ് നമ്മുടെ ബിജു തിരുമല എന്ന ഒരു വ്യക്തി ഉണ്ടല്ലോ, ആ വ്യക്തി ഒരു മഹാകവിയേക്കാൾ വലുതാണ്. ഈ നേരത്തെ പാട്ടെഴുത്തുകാരായി പോയതുകൊണ്ട് ഇനി എത്ര മഹാകാവ്യങ്ങൾ എഴുതിയാലും ഗാനരചയിതാക്കൾ എന്നറിയപ്പെടേണ്ട ദുര്യോഗമുള്ളവരുണ്ട്. അതിലൊരാൾ ഗിരീഷ് പുത്തഞ്ചേരിയാണല്ലോ. മൂവന്തി താഴ്വരയിൽ വെന്തുരുകും സൂര്യൻ മുന്നാഴി ചെങ്കനലായി നിന്നുലയിൽ വീണു എന്ന് ഒരു കൊല്ലത്തിപ്പെണ്ണിൻ്റെ ധർമ്മസങ്കടത്തെ ഒരു സന്ധ്യയ്ക്ക് വരച്ചിടാൻ പറയുമ്പോൾ, ലോകത്ത് ജനിച്ച ഏത് മഹാകവിയേക്കാൾ വലുതാണ് ഒരു മിനിമം ഗാനരചയിതാവ്. കാര്യം, ഒരു മഹാകവിക്ക് 4 കാമുകിയെ പിരിഞ്ഞു പോകും മാക്സിമം. 400 കാമുകി പിരിഞ്ഞു പോയിട്ടും 401ാമത്തെ കാമുകിക്കും ഈ നിലാവും ആകാശവും ഭൂമിയും കൊണ്ട് ഇമേജ് ഉണ്ടാക്കാൻ ഒരു മുറിക്കകത്ത് കുത്തിയിരിക്കുന്നവനെ പോയിട്ട് തൊഴണം. ഉറപ്പായിട്ടും അല്ലേ? മഹാകവി ചിലപ്പോൾ 2-3 കാമുകിമാർ കഴിഞ്ഞിട്ട് പിന്നെയും വിരഹം എഴുതിയ നിങ്ങൾക്ക് ഇത് തന്നെയാണോ പണി, പ്രണയം തന്നെയാണോ പണി എന്ന് ഭാര്യ ചോദിച്ചേക്കാം, അല്ലെങ്കിൽ മക്കൾ ചോദിച്ചേക്കാം, അല്ലേ? അല്ലെങ്കിൽ നാട്ടുകാരെങ്കിലും ചോദിക്കും, അല്ലേ? അങ്ങനെയാണോ സാക്ഷാൽ ചങ്ങമ്പുഴയോട് ചോദിച്ച് നമ്മൾ അദ്ദേഹത്തെ മോശക്കാരനാക്കിയത്? പക്ഷെ ഗാനരചയിതാവിന് ഈ പ്രശ്നങ്ങളൊന്നുമില്ല. ഗാനരചയിതാവ് അങ്ങനെയുള്ള ഒരാളാണ് ശ്രീ ബിജു തിരുമല. അത്ഭുതകരമായ വാക്കുകൾ. ഒരുപക്ഷെ മലയാളത്തിൽ ഇങ്ങനെ വാക്കുകൾ, 2 വാക്കുകൾ കൂട്ടിച്ചേർന്നിട്ട് 3ാമത്തെ ഒരു വാക്കല്ല, നക്ഷത്രമുണ്ടാക്കുക എന്ന് പറയുന്ന ഒരു ഇന്ദ്രജാലമുണ്ടല്ലോ. ആ ഇന്ദ്രജാലം ഗിരീഷ് ഏട്ടനൊക്കെ അത്ഭുതത്തോടെ തൊഴുകൈകളോടെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ബിജു തിരുമല എന്നെ എല്ലാവരും ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുകയും വാനോളം പുകഴ്ത്തുകയും ചെയ്യുമ്പോഴൊക്കെ ഞാൻ ഓർക്കുന്നത് ബിജു തിരുമലയാണെന്ന് ഗിരീഷേട്ടൻ പലവട്ടം പറയുന്നത് ഞാൻ അടുത്തിരുന്ന് കേട്ടിട്ടുണ്ട്. അത്രയേറെ അത്ഭുത സിദ്ധിയുള്ള ഒരു എഴുത്തുകാരനാണ്. ശരിക്കും ചില കാര്യങ്ങളിൽ നമുക്ക് ചില ഭാഗ്യവും കൂടെ കിട്ടും. നാടിനെ കുറിച്ച് എഴുതാൻ പറ്റുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. കുട്ടനാടെന്ന് പറയുന്നത് എല്ലാ കാലഘട്ടത്തിലും എഴുത്തുകാർക്ക് ഒരു പ്രചോദനമാണ്. പക്ഷെ രാജീവേട്ടനും അത് കറക്റ്റായിട്ട് ചിത്രീകരിക്കാൻ അല്ലെങ്കിൽ വരച്ചിടാൻ കഴിയുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യമാണ്. അത് എല്ലാവർക്കും കിട്ടില്ല ചിലപ്പോൾ. ഇപ്പോഴത്തെ ഒരു സിനിമ സാഹചര്യത്തിൽ അതൊക്കെ വളരെ വിരളമാണ്. കുട്ടനാടൻ മാർപ്പാപ്പ എന്ന് പറയുന്ന സിനിമയിൽ ബാക്കി പാട്ടുകളൊക്കെ മറ്റൊരു ഗാനരചയിതാവ് എഴുതി കഴിഞ്ഞതിന് ശേഷം ഒരു പാട്ട് മാത്രം ഉള്ളപ്പോഴാണ് ശ്രീ കുഞ്ചാക്ക ബോബൻ, പ്രിയപ്പെട്ട ചാക്കോച്ചൻ എന്നെ വിളിച്ചിട്ട് പറയുന്നത്, ഒരു പാട്ടുണ്ട് ഡയറക്ടർ വിളിക്കും എന്ന് പറഞ്ഞു. പിന്നെ ഡയറക്ടറും അതിൻ്റെ പ്രൊഡ്യൂസറും എല്ലാം എന്നെ വിളിച്ചു. താമരപ്പൂ തേൻകുറുമ്പ് മേരിക്കൊരാൺകുരുന്ന് കാറ്റലയും കായലിൻ്റെ തീരത്തെ ഇളങ്കരിക്ക്. കാര്യം, ഒരു മകനും അമ്മയും കൂടെ താമസിക്കുകയാണ്. വളരെ കുസൃതി കുറുമ്പൊക്കെയുള്ള ഒരു മകനും ഒരമ്മയും. അത് താമരപ്പൂ തേൻകുറുമ്പാണവൻ, മേരിക്കൊരാൺകുരുന്നാണ്, കാറ്റലയുന്ന കായലിൻ്റെ തീരത്തെ ഇളങ്കരിക്കാണവൻ എന്ന് വരച്ചിടാനുള്ളൊരു ഭാഗ്യം. അതിൻ്റെ അകത്ത് തന്നെയാണ് ആലപ്പുഴ വളവിൽ കളിചിരിയാടണതാരപ്പ എന്നെഴുതിയത്. ആലപ്പുഴ വളവ് എന്ന് പറയുന്നത് ഈ നമ്മുടെ അരൂർ എന്ന സ്ഥലത്ത് നിന്ന് ആലപ്പുഴ വരെ വളവൊന്നും ഇല്ലാതെ യാത്ര ചെയ്യാമായിരുന്നു എന്നാണ് പണ്ട്. ആ വളവ് മാത്രമാണ്, ശവക്കോട്ടപ്പാലം നമ്മളിപ്പോൾ പറയുന്ന ആ വളവ് ആലപ്പുഴ വളവെന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഒരു 40 വർഷം മുമ്പൊക്കെ അങ്ങനെ സ്ഥിരം പറയുമായിരുന്നു. ഞങ്ങളുടെ നാട് ചേർത്തലയിൽ നിന്നൊക്കെ കയറുൽപ്പന്നങ്ങളുമായി ഈ പട്ടണത്തിലേക്ക്, ആലപ്പുഴ പട്ടണത്തിലേക്ക് കട്ടവണ്ടി, ചക്കടാവണ്ടിയും വലിച്ചുകൊണ്ട് പോയി ഒന്ന് ആൾക്കാർ ആലപ്പുഴ വളവ് വെച്ച് കാണാം എന്ന് കൂട്ടുകാരോട് പറഞ്ഞിട്ടാണ് ഇത് വലിക്കുന്നത്. ഉദയ സ്റ്റുഡിയോയുടെ വാതിക്കലെത്തുമ്പോൾ ഇവരൊക്കെ പതുക്കെ വണ്ടി നിർത്തി അത്ഭുതമായി നോക്കുമായിരുന്നു. ആ ഒരു പണ്ട് ആൾക്കാർ പറഞ്ഞ ആ വാക്ക് ആലപ്പുഴ വളവെന്ന് എനിക്ക് പ്രയോഗിക്കാൻ കഴിഞ്ഞു. അതിൽ കൈനകരി കോണിൽ കൊടിപാറും കാലം തുടികൊട്ടും കുട്ടനാട് എന്നൊരു പ്രയോഗമുണ്ട്. സിനിമയുടെ ചിത്രീകരണം കഴിഞ്ഞാണ് ഇത് എഴുതിയത്. ഇന്നസെൻ്റ് ഒരു കൊടിയും പിടിച്ചുകൊണ്ട് പോകുമ്പോൾ എന്തും എഴുതാം നമുക്കവിടെ ലഭിച്ച ട്യൂണിൽ. പക്ഷെ കൈനകരിയിലാണ് ആദ്യത്തെ കർഷക സമരം നടന്നത്. അപ്പോൾ ഒരു സിനിമയിൽ നമുക്ക് വിചാരിക്കാവുന്നതിനും അപ്പുറത്തുള്ള കാര്യങ്ങൾ അടയാളപ്പെടുത്തി ആ സിനിമയെയും ആ കഥാഗതിയെയും വളർത്താനും നമ്മുടെ നാടിനെ സൂത്രത്തിൽ അടയാളപ്പെടുത്താനും കഴിയും. ഇങ്ങനെ തന്നെയാണ് വെട്ടം തട്ടും വട്ടക്കായൽ തിട്ടയിലോടും തൊട്ടാവാടി ചൊട്ടത്തെങ്ങിൻ ചോട്ടിൽ നിന്നെ കണ്ടപ്പോഴേ ഇഷ്ടം തോന്നി
എന്ന് നാദിർഷയുടെ ഈണത്തിൽ ആനക്കള്ളൻ എന്ന സിനിമയിൽ പാട്ട് എഴുതിയത്. അതുപോലെ തന്നെയാണ് ഒരു സക്സസ് ആയ സിനിമ റോമൻസ് എന്ന സിനിമയിൽ കിഴക്കൻ പ്രദേശത്തെ രണ്ട് അച്ഛന്മാരുടെ തമാശകളാണ്. ആ സമയത്ത് പടിഞ്ഞാറുള്ള അർത്തുങ്കൽ പള്ളിയെക്കുറിച്ച് എഴുതേണ്ട കാര്യമേ ഇല്ല. ലഭിച്ച ട്യൂണിൽ അർത്തുങ്കൽ പള്ളിയിൽ ചെന്നിട്ട് ഈശോയെ കണ്ടിട്ടൊന്ന് ഓശാന പാടാം, അത്രത്തോളം മക്കളാം നമ്മളെ കർത്താവ് കാക്കുവാൻ കുർബാന കൂടാം എന്നെഴുതിയപ്പോൾ രണ്ട് മാറ്റം ഉണ്ടായി. ഒന്ന്, 40 വർഷങ്ങൾക്ക് ശേഷം ചെമ്മീനിൽ ആരാധ്യനായ വയലാർ അർത്തുങ്കൽ പള്ളിയിൽ പെരുന്നാൾ കൂടുവാൻ ഒരു നല്ല കോളുതാ കടലമ്മ എന്ന് എഴുതിയതിന് ശേഷം ഒരു സിനിമാ പാട്ടിൽ അർത്തുങ്കൽ പള്ളി വരികയാണ്. അതെൻ്റെ നാടായതുകൊണ്ട് എനിക്കെൻ്റെ നാടിനെ അടയാളപ്പെടുത്താൻ കഴിഞ്ഞു. പിന്നെ അർത്തുങ്കൽ പള്ളിയിൽ ഈശോ അല്ല സെബസ്റ്റ്യാനോസ് ആണ് എന്ന് പലരും പറഞ്ഞപ്പോഴും സെബസ്റ്റ്യാനോസ് ഈശോ ഉള്ളത് കൊണ്ടാണ് അവിടെ ഇരിക്കുന്നതെന്ന് പറയാൻ പറ്റിയ രീതിയിലൊരു പാട്ടിൽ, അർത്തുങ്കൽ പള്ളിയിലെ പാട്ടിൽ ഈശോയെ നന്നായി അടയാളപ്പെടുത്താൻ കഴിഞ്ഞു. കാര്യം കുർബാനയും ഇതൊക്കെ പിന്നെ ഓശാനയും ഒക്കെ കർത്താവിനുള്ളതാണ്. അതുകൊണ്ട് അവിടെ പുണ്യാളനെ പറയേണ്ട കാര്യമില്ല എന്ന്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഒരു വലിയ മാധ്യമത്തിലൂടെ നമ്മുടെ എളിയ വിചാരങ്ങളെ കടത്തിവിടുമ്പോൾ ആ വിചാരങ്ങൾക്കൊരു ഉദാത്തത ഉണ്ടാവും. ഇത് പണ്ടും പ്രയോഗിച്ചിട്ടുണ്ട് കേട്ടോ പലരും. ഇപ്പോൾ ലൈൻ ബസ് എന്ന സിനിമ ഇല്ലേ, ലൈൻ ബസ് എന്ന സിനിമയിൽ ജയഭാരതിയും കൂട്ടുകാരികളും കൂടെ പിക്നിക്കിന് പോവുകയാണ്. അപ്പോൾ വണ്ടി കേടായി പോകും. അപ്പോൾ ടയർ നന്നായിക്കൊണ്ട് ഇങ്ങനെ ഇടയ്ക്കാണ് അദ്വൈതം ജനിച്ച നാട്ടിൽ, ഒരു ബന്ധവും ഇല്ല സിനിമ. അപ്പോൾ ഒരു ബ്രേക്ക് ഡൗൺ ഉണ്ടാക്കി ഒരു നല്ല പാട്ട് ഫിറ്റ് ചെയ്യണം. ആ സിനിമയിൽ അങ്ങനെ ഒരു പാട്ടിൻ്റെ കാര്യമില്ല. പക്ഷെ ആ സിനിമയേക്കാൾ ആ കാലത്തേക്കാൾ ഉദാത്തമായ കാലാതിവർത്തിയായ ഒരു മെസ്സേജ് ഒരു കവി ഒരു വലിയ മാധ്യമത്തിലൂടെ നമുക്ക് നൽകുകയാണത്. ഇങ്ങനെ നമുക്കൊക്കെ ചെറിയ പൊടിക്കൈകൾ പ്രയോഗിക്കാം. അതിന് പറ്റിയെന്നത്. അതേപോലെ തന്നെയാണ് ഈ ആൽബം സോങ്സിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ബാലഭാസ്കറിനെ പറയണം. ആദ്യകാലഘട്ടത്തിലെ പാട്ടുകൾ ആൽബം സോങ്സിന്റെ രാജാവായിരുന്നു ബാലഭാസ്കർ എന്ന് പറയുന്നത്. അതെ അതെ. ബാലഭാസ്കറിനെ ഓർക്കുമ്പോൾ എങ്ങനെയാണ്? ബാലുവും ഞാനും കൂടി ഉള്ള യാത്ര, ചെന്നൈയിലേക്കുള്ള യാത്ര, ചിത്ര ചേച്ചിയുടെ വീട്ടിൽ ചെല്ലുന്നു. ഞങ്ങളന്ന് ഭക്ഷണം കഴിച്ചു. അതിനുശേഷം പാട്ടുണ്ടാക്കാനിരുന്നു. നിലാമഴ ഇതോ കിനാമഴ, അരികെ ആർദ്രമായി ഈ പ്രണയ രാമഴ എന്നൊക്കെ പറയുന്ന പാട്ടുണ്ടല്ലോ, ചേച്ചി പാടി അഭിനയിച്ച പാട്ടാണ്. ഈ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഒരു 12 പ്രാവശ്യം ലക്ഷ്മിയെ വിളിച്ചിട്ടുണ്ട്. 12 പ്രാവശ്യം ലക്ഷ്മി സുഖമാണോ സുഖമാണോ സുഖമാണോ, കുട്ടി ഉണ്ടാകുന്നതിന് മുമ്പുള്ള സമയമാണ്. അത്രയേറെ ആത്മബന്ധത്തോടെ ലക്ഷ്മിയെ ഇങ്ങനെ അന്വേഷിച്ചിരിക്കും. ലക്ഷ്മി ഇപ്പോൾ ആഹാരം കഴിക്കുന്നുണ്ടാവും എന്ന് പറഞ്ഞിട്ട് പാട്ടിൻ്റെ കമ്പോസ് നിർത്തും. അത്ര ആത്മാർത്ഥതയോടെ ആണ് ഈ പാട്ട് ചെയ്യുമ്പോഴും തൻ്റെ നേർവാദിയെ അയാൾ കൊണ്ടാടിയത്. വല്ലാത്ത സിംപ്ലിസിറ്റിയുള്ള, പെട്ടെന്ന് സങ്കടം വരുന്ന, ചിലപ്പം വൈകിട്ട് ഇന്ന് മൂഡ് ഔട്ടാണ്, ഇന്നൊന്നും ചെയ്യാനൊക്കില്ല എന്ന് പറയുന്ന പിണങ്ങുന്ന പച്ചയായൊരു മനുഷ്യനാണ്. ബാലുവിനെ വളരെ വളരെ സ്നേഹത്തോടെയാണ് ഈ സമയത്ത് ഓർക്കുന്നത്. ബാലു ഉണ്ടായിരുന്നെങ്കിൽ കുറേ നല്ല പാട്ടുകൾ ഉണ്ടാകുമായിരുന്നു. 10 പാട്ടുകളാണ് ഈ പറയുന്ന ഹാർട്ട് ബീറ്റ്സ് എന്ന ആൽബത്തിൽ. അതിൽ കാർത്തിക്കും അതുപോലെ തന്നെ ചിത്ര ചേച്ചിയൊക്കെ പാടിയ നല്ല പാട്ടുകളുണ്ട്. ചേച്ചി തന്നെയാണ് എൻ്റെ പ്രൊഡ്യൂസ് ചെയ്തത്. അതുപോലെ തന്നെ ചേച്ചി പ്രൊഡ്യൂസ് ചെയ്ത വേറൊരു ആൽബമാണ് മൽഹാർ. അതൊരു മലയാളം ആൽബമാണ്, മലയാളം ഗസലാണ്, വിശ്വജിത്തിൻ്റെ ഈണമാണ്. ചേച്ചിയും ഹരിഹരൻ സാറും കൂടിയാണ് പാടിയത്. മയിൽപീലി ഞാൻ തരാം മറക്കാതിരിക്കാനായി എന്ന് പറയുന്ന പാട്ടുണ്ടതിൽ. ഈ പാട്ടുകൾ ഈ 1-2 ഓർക്കുന്നുള്ളൂ. ഇതിനേക്കാൾ നല്ല പാട്ട് അതിൻ്റെ തൊണ്ട് കേട്ടോ. ഞാൻ മറന്നുപോയിട്ടുണ്ട്. എൻ്റെ ഒരു ഏറ്റവും വലിയ ന്യൂനതയാണെങ്കിലും ചിലപ്പോൾ ഇതിനേക്കാൾ നല്ല പാട്ട് വേറെയൊക്കെ ഉണ്ടെന്ന് പറയും ചിലവർ. ഇഷ്ടമാണെന്ന് ആദ്യം ചൊല്ലിയതാരാണെന്ന് പറയുന്നത് ഇഷ്ടമാണെന്ന ആൽബത്തിൽ ആ പാട്ടിനേക്കാൾ നല്ല പാട്ടുകൾ വേറെയുണ്ട്. അവസാനത്തെ പാട്ട് മോഹൻലാൽ സാറും അഭിരാമിയും കൂടെ പാടിയ സ്നേഹം പൂക്കും ഈ സന്ധ്യാനേരത്ത് എന്നൊരു പാട്ടുണ്ട്. മകരമഞ്ഞിൻ മുഖപടങ്ങൾ മെല്ലെ എഴിയുമ്പോൾ എന്ന് പറയുന്ന സുജാത പാടിയ പാട്ടുണ്ട്. അതുപോലെ തന്നെ ഒത്തിരി നല്ല പാട്ടുകൾ അങ്ങനെ ഉണ്ട്. പക്ഷേ പല പാട്ടുകളും ഞാൻ പോലും മറന്നുപോയിട്ട് ചിലരിങ്ങനെ ഓർമ്മിക്കും, ഇന്ന പാട്ട് നല്ലതാണല്ലോ. ഈ ചതുരംഗത്തിലെ പാട്ടും അതുപോലെയാണ്. നീലാമ്പലല്ലേ എന്ന പാട്ട് സിനിമയിൽ ഇല്ലാതെ പോയിട്ടും ഒരുപാട് പേര് താലോലിക്കുന്നൊരു പാട്ടാണത്. രാജീവേട്ടൻ്റെ പാട്ടെഴുത്ത് തുടരട്ടെ. എല്ലാ പാട്ടുകളിലും ഇത്തരത്തിലുള്ളൊരു കവിത്വവും കൂടെ കൊണ്ടുവരാൻ കഴിയട്ടെ എന്നാണ്. എപ്പോഴും അത് നടക്കില്ല, എപ്പോഴും അത് നടക്കാറില്ല. പലപ്പോഴും അതിന് വിമർശനമൊക്കെ ഉണ്ടാവും. അതെ. പക്ഷെ പാട്ടെഴുത്ത് ഒരു വേറൊരു സൂത്രമാണ്. ആ സൂത്രം പലപ്പോഴും നമ്മൾ പരമ്പരാഗതമായി നിർവചിക്കുന്ന രീതിയിൽ വല്ലാത്ത അഴകാഴങ്ങളൊന്നും ഉണ്ടാകണമെന്ന് ശഠിക്കേണ്ട കാര്യമില്ലാത്തതാണ്. പക്ഷേ ഇത് ഒരു മഹത്തായ കവിതയേക്കാൾ സാധ്യതയുള്ള ഒരു 12 വരിയാണ്. നന്ദിയുണ്ട് സംസാരിക്കുന്നത്.
വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് now 9633 888 575.